ഓക്കെ, സോ നമ്മൾ ഇന്ന് CUET UG ഫിസിക്സ് എക്സാമിന്റെ സിലബസിലെ ഫസ്റ്റ് ചാപ്റ്റർ ആകുന്ന ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ്, ഇലക്ട്രിക് ഡൈപോൾ, ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു എ ഡൈപോൾ, ടോർക്ക് ഓൺ എ ഡൈപോൾ ഇൻ എ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് എന്നീ പറയുന്ന ടോപ്പിക്കുകളാണ് നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തത് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കണോ? നമ്മൾ ഇതിന് മുമ്പ് ഒരു ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ നമ്മൾ ഇലക്ട്രിക് ചാർജസിനെ കുറിച്ചും ഇലക്ട്രിക് ഫീൽഡിനെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അല്ലെ? ഇലക്ട്രിക് ഫീൽഡിനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മുടെ ഇന്നത്തെ ഫസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് അത് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ആണ്. ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എന്താണെടാ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എന്ന് പറയുന്നത്? നമുക്കറിയാം, ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് എന്തായിരുന്നു ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത്? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു ചാർജ് ഉണ്ടായിരിക്കും, അല്ലെ? നമ്മളൊരു ചാർജിനെ കൊണ്ടുപോയിട്ട് നമ്മൾ എവിടെയെങ്കിലും പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ചാർജിന് ചുറ്റും ആ ചാർജിൽ നിന്നുള്ള ഒരു ഫോഴ്സ് ഉണ്ടാകും, അല്ലെ? ചാർജിൽ നിന്നും ഒരു ഫോഴ്സ് ഉണ്ടാകും അതിന്റെ സറൗണ്ടിങ്ങിക്ക്. അപ്പൊ ആ ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്ന ആ ചാർജിന് ചുറ്റുമുള്ള സ്പേസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ആ ചാർജിന്റെ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? നമ്മൾ പറഞ്ഞു, ആ ചാർജിൽ നിന്നുള്ള ഒരു ഫോഴ്സ് എന്ത് ചെയ്യുന്നുണ്ടാകും? ആ ചാർജിന്റെ പുറത്തേക്ക് ചാർജിൽ നിന്നൊരു ഫോഴ്സ് ഉണ്ടാകും എന്ന് പറഞ്ഞു. ആ ഫോഴ്സിനെ നമ്മളെ ലൈനായിട്ട് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ്, അല്ലെങ്കിൽ നമ്മൾ ഇതിനെ ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സ് എന്ന് പറയുന്നത്. മനസ്സിലായോ? നമ്മൾ പറഞ്ഞു ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത്, ഞാൻ ഒന്നുകൂടി പറയാണ്, ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ചാർജ് ഉണ്ട്, നമ്മൾ എവിടെയെങ്കിലും ഒരു ചാർജ് വെച്ചു, ആ ചാർജിൽ നിന്നൊരു ഫോഴ്സ് ഉണ്ടാവും പുറത്തേക്ക്. ആ ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്ന ആ സ്പേസിനെയാണ് നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത്. ഇനി ആ ഫോഴ്സിനെ, പുറത്തേക്ക് വരുന്ന ഫോഴ്സിനെ നമ്മളെ ലൈൻസ് ആയിട്ട് നമ്മൾ റെപ്രസെന്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് അല്ലെങ്കിൽ ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇപ്പൊ നമ്മൾ ഏതെങ്കിലും ഒരു ചാർജ് എന്ന് പറഞ്ഞു, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു 2 ടൈപ്സ് ഓഫ് ചാർജസ് അത് ഏതൊക്കെയാണ്? പോസിറ്റീവ് ചാർജ് ആൻഡ് നെഗറ്റീവ് ചാർജ്, അല്ലെ? 2 ടൈപ്പ് ഓഫ് ചാർജുകളാണ് ഉള്ളത്, പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജും, അല്ലെ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു പോസിറ്റീവ് ചാർജിൽ ഉള്ള ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സ് എങ്ങനെയായിരിക്കും? ഒരു നെഗറ്റീവ് ചാർജിന് ചുറ്റുമുള്ള ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സ് എങ്ങനെയായിരിക്കും? ഒരു പോസിറ്റീവ് ചാർജ് ആണെന്നുണ്ടെങ്കിൽ അതിലുള്ള ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സ് എന്ന് പറയുന്നത് അത് പുറത്തേക്കായിരിക്കും. എങ്ങനെയാ? ഒരു പോസിറ്റീവ് ചാർജ് വെച്ച് കഴിഞ്ഞാൽ ആ പോസിറ്റീവ് ചാർജിൽ നിന്നും പുറമേക്കായിരിക്കും അതിന്റെ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എന്ന് പറയുന്നത്. പോസിറ്റീവ് ചാർജിന്റെ അകത്ത് നിന്നും പുറത്തോട്ടായിരിക്കും അതിന്റെ ലൈൻസ് ഓഫ് ഫോഴ്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ്. നിങ്ങൾക്ക് ചിത്രം നോക്കിക്കഴിഞ്ഞത് മനസ്സിലാവും, അല്ലെ? ചിത്രത്തിൽ അത് വളരെ വ്യക്തമാണ്. പോസിറ്റീവ് ചാർജിൽ നോക്കിക്കേ, ഒരു പോസിറ്റീവ് ചാർജിൽ നിന്ന് എന്നാൽ പുറത്തേക്കാണ് എന്ത് വരുന്നത്? ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ഇനി നെഗറ്റീവ് ചാർജ് നോക്കിക്കേ. നെഗറ്റീവ് ചാർജിൽ എങ്ങനെയാണ്? അതിന് പുറത്തുനിന്ന് അകത്തോട്ടാണ് എന്ത് ചെയ്യുന്നത്? ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിന്റെ ഡയറക്ഷൻ നമുക്ക് കാണാൻ സാധിക്കുന്നത്, അല്ലെ? അപ്പൊ നമ്മൾ മനസ്സിലാക്കണം, ഒരു
ഇലക്ട്രിക് ചാർജിൽ ഒരു ഇലക്ട്രിക് ചാർജ് എന്ന് പറയുമ്പോൾ 2 ടൈപ്സ് ഓഫ് ചാർജസ് ആണ്, പോസിറ്റീവ് ചാർജ് ആൻഡ് നെഗറ്റീവ് ചാർജ്. അതിൽ പോസിറ്റീവ് ചാർജിലുള്ള ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് എങ്ങനെയാണ്? പുറത്തേക്കാണ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിന്റെ ഡയറക്ഷൻ. ചിത്രം നോക്കി മനസ്സിലാക്കണേ. ഇനി നെഗറ്റീവ് ചാർജിലാണെന്നുണ്ടെങ്കിൽ നെഗറ്റീവ് ചാർജിലുള്ള ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത്, നെഗറ്റീവ് ചാർജിൽ പുറത്തുനിന്ന് അകത്തോട്ടാണ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിന്റെ ഡയറക്ഷൻ. ഓക്കെ, ചിത്രം നോക്കുമ്പോൾ അതൊന്നുകൂടി ക്ലിയർ ആണ് അല്ലെ? ഓക്കെ, ഇനിയിപ്പോ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇലക്ട്രിക് ചാർജിന്റെ പ്രോപ്പർട്ടീസ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നമ്മൾ പഠിച്ചതായിരുന്നു ലൈക്ക് ചാർജസ് അട്രാക്ട് ചെയ്യുന്നു, സോറി ലൈക്ക് ചാർജസ് റിപ്പൽ ചെയ്യുന്നു, അൺലൈക്ക് ചാർജസ് അട്രാക്ട് ചെയ്യുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ? അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇനി എല്ലാവരും സി ശ്രദ്ധിക്കണം കേട്ടോ, പിക്ചർ സി ആണ് ശ്രദ്ധിക്കേണ്ടത്. ഇവിടെ നമ്മൾ എന്ത് ചെയ്തു? രണ്ട് ലൈക്ക് ചാർജസ് എന്നത് ഇവിടെ രണ്ട് പ്ലസ് ക്യൂ ചാർജസിനെ നമ്മൾ ക്ലോസ് ആയിട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതിലുള്ള ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിനെ നമ്മളൊന്ന് റെപ്രസെന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഇരിക്കും അല്ലെ? നമ്മൾ കഴിഞ്ഞ സ്ലൈഡിൽ നമ്മൾ കണ്ടു, പോസിറ്റീവ് ചാർജിൽ എങ്ങനെയാണ് അകത്തുനിന്ന് പുറത്തോട്ടാണ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് പോകുന്നത് അല്ലെ? അപ്പൊ രണ്ട് പോസിറ്റീവ് ചാർജ് നമ്മൾ ക്ലോസ് ആയിട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും അതില് പുറത്തേക്കായിരിക്കും ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത്. അങ്ങനെ രണ്ട് പോസിറ്റീവ് ചാർജിലും അങ്ങനെ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിന്റെ ഡയറക്ഷൻ പുറത്തേക്ക് ആയതുകൊണ്ട് തന്നെയാണ് നമ്മൾ അങ്ങനെ ഈ രണ്ട് ചാർജസും അടുത്തേക്ക് കൊണ്ടുവരുമ്പോൾ അത് റിപ്പൽ ചെയ്ത് പോണത്. ഓക്കെ, സോ ഇനി പിക്ചർ ഡി ശ്രദ്ധിക്കണേ. പിക്ചർ ഡിയിൽ നമുക്ക് കാണാം എന്താണ്, അവിടെ അൺലൈക്ക് ചാർജസുകൾ ക്ലോസ് ആയിട്ട് കൊണ്ടുവന്നിരിക്കുകയാണ് അല്ലെ? ഒരു പ്ലസ് ക്യൂ ചാർജും ഉണ്ട്, ഒരു മൈനസ് ക്യൂ ചാർജും ഉണ്ട്. രണ്ടും നമ്മൾ അടുത്ത് കൊണ്ടുവരുമ്പോൾ നമുക്ക് എന്താ ഇവിടെ കാണാൻ സാധിക്കുന്നത്? നമ്മൾ പറഞ്ഞു പോസിറ്റീവ് ചാർജിൽ നിന്നാണ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ്, പോസിറ്റീവ് ചാർജിൽ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് പുറത്തേക്കാണ് പോണത് അല്ലെ? ഇനി നെഗറ്റീവ് ചാർജിലാണെങ്കിലോ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് പുറത്തുനിന്ന് അകത്തേക്കാണ് വരുന്നത് അല്ലെ? അപ്പൊ രണ്ടെണ്ണം ഇങ്ങനെ ക്ലോസ് ആയിട്ട് കൊണ്ടുവന്ന് വെക്കുമ്പോൾ നമുക്ക് എങ്ങനെ കാണാൻ സാധിക്കും? പോസിറ്റീവ് ചാർജിൽ നിന്ന് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ആരംഭിക്കുന്നതായിട്ടും അത് പോയിട്ട് നെഗറ്റീവ് ചാർജിൽ പോയിട്ട് എൻഡ് അപ്പ് ചെയ്യുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കാം അല്ലെ? അങ്ങനെ തന്നെ നമ്മൾ പഠിച്ചത്, പോസിറ്റീവ് ചാർജിൽ നിന്ന് പുറത്തോട്ടാണ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിന്റെ ഡയറക്ഷൻ അല്ലെ? നെഗറ്റീവ് ചാർജിലാണെന്നുണ്ടെങ്കിൽ അകത്തോട്ടാണ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിന്റെ ഡയറക്ഷൻ. അപ്പൊ അത് രണ്ടും ക്ലോസ് ആയിട്ട് നമ്മളൊരു പോസിറ്റീവ് ചാർജും ഒരു നെഗറ്റീവ് ചാർജും നമ്മൾ ഇങ്ങനെ ക്ലോസ് ആക്കി കൊണ്ടുവരുമ്പോൾ പോസിറ്റീവ് ചാർജിൽ നിന്നും ആരംഭിച്ച് നെഗറ്റീവ് ചാർജിൽ പോയിട്ട് എന്ത് ചെയ്യും? ഈ ഒരു ഇലക്ട്രിക് ഫീൽഡ് ലൈന് ഇങ്ങനെ എൻഡ് ചെയ്യും അല്ലെ? അപ്പൊ ഇങ്ങനെ ആയിരിക്കും രണ്ട് അൺലൈക്ക് ചാർജസ് ഇങ്ങനെ ക്ലോസ് ആയിട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവിടെയുള്ള ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിനെ കുറിച്ചാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിന്റെ ഡയറക്ഷൻ പോസിറ്റീവ് ചാർജിലും നെഗറ്റീവ് ചാർജിലും എങ്ങനെയായിരിക്കും എന്നുള്ളത് ക്ലിയർ ആയല്ലോ? ഓക്കെ, സോ നമുക്കിനി അടുത്ത ടോപ്പിക്ക് പോകാം അല്ലെ? ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്, നമ്മളിപ്പോ ലൈൻസ് ഓഫ് ഫോഴ്സ് പറഞ്ഞു അല്ലെ, ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് പറഞ്ഞു. ഇനി നമ്മൾ ഈ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിന്റെ പ്രോപ്പർട്ടീസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പ്രോപ്പർട്ടീസ് ഓഫ് ലൈൻസ് ഓഫ് ഫോഴ്സ് അല്ലെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ്. ഓക്കെ, ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിന്റെ ഒന്നാമത്തെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത്, ആൻ ഇലക്ട്രിക് ലൈൻ ഓഫ് ഫോഴ്സ് ഒറിജിനേറ്റ്സ് ഫ്രം പോസിറ്റീവ് ചാർജ് ആൻഡ് എൻഡ്സ് ഓൺ നെഗറ്റീവ് ചാർജ്. നമ്മൾ കഴിഞ്ഞ സ്ലൈഡിൽ നമ്മൾ പറഞ്ഞ കാര്യം തന്നെ അല്ലെ? ഒരു ഇലക്ട്രിക് ലൈൻ ഓഫ് ഫോഴ്സ് എന്ന് പറയുന്നത് അത് ഒറിജിനേറ്റ് ചെയ്യുന്നത് പോസിറ്റീവ് ചാർജിൽ നിന്നും അത് എൻഡ് ചെയ്യുന്നത് ഒരു നെഗറ്റീവ് ചാർജിലുമാണ് അല്ലെ? അത് നമ്മൾ പറഞ്ഞു അല്ലെ, പോസിറ്റീവ് ചാർജിൽ എങ്ങനെയാണ് ഇലക്ട്രിക് ഫീൽഡ് ലൈനിന്റെ ഡയറക്ഷൻ, നെഗറ്റീവ് ചാർജിൽ എങ്ങനെയാണ് ഇലക്ട്രിക് ഫീൽഡ് ലൈനിന്റെ ഡയറക്ഷൻ. അത് രണ്ടും ക്ലോസ് ആയിട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അപ്പൊ നമുക്ക് ഈ ഒരു ഇങ്ങനെയായിരിക്കും നമുക്ക് എന്ത് കിട്ടുക? ഇലക്ട്രിക് ഫീൽഡ് ലൈന് നമുക്ക് കാണാൻ സാധിക്കാം അല്ലെ? ഈ പിക്ചറിൽ നിന്ന് നമുക്ക് വളരെ കൃത്യമായിട്ട് നമുക്കത് മനസ്സിലാവുന്നുണ്ട് അല്ലെ? സോ എന്താണ് നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് ലൈനിന്റെ ഫസ്റ്റ് പ്രോപ്പർട്ടി പറഞ്ഞത്? ആൻ ഇലക്ട്രിക് ലൈൻ ഓഫ് ഫോഴ്സ് ഒറിജിനേറ്റ്സ് ഫ്രം പോസിറ്റീവ് ചാർജ് ആൻഡ് എൻഡ്സ് ഓൺ നെഗറ്റീവ് ചാർജ്. ഓക്കെ, ഇനി രണ്ടാമത്തെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത്, the tangent drawn at a point on an electric line of force will give the direction of the electric field at that point. ഇപ്പൊ നമ്മളൊരു
ഒരു ഒരു ഇലക്ട്രിക് ഫീൽഡ് ലൈൻ ഉണ്ട് കേട്ടോ. ഇതൊരു ഇലക്ട്രിക് ഫീൽഡ് ലൈൻ ആണ്. ആ ഇലക്ട്രിക് ഫീൽഡ് ലൈനിലെ ഒരു പോയിന്റ് നമ്മൾ കൺസിഡർ ചെയ്തു. ഓക്കെ, ഈ ഒരു പോയിന്റ് ആണ് ഞാൻ കൺസിഡർ ചെയ്തു കേട്ടോ. അതൊരു പോയിന്റ് ആണ്. ഒരു പോയിന്റ് ഞാൻ കൺസിഡർ ചെയ്തു. ആ പോയിന്റ് ഞാൻ കൺസിഡർ ചെയ്തിട്ട് ഇലക്ട്രിക് ഫീൽഡ് ലൈനിലുള്ള ഒരു പോയിന്റ് ആണ് ഇത്. ഇനി ഞാൻ എന്ത് ചെയ്തു, അവിടെ ഞാനൊരു ഒരു ടാൻജന്റ് വരച്ചു. അല്ലെ, ഓക്കെ, ഒരു ടാൻജന്റ് ഞാൻ വരച്ചു. ഈ ടാൻജന്റ് ഞാൻ വരച്ചു കഴിഞ്ഞാലേ, ഇപ്പൊ ഞാൻ കൺസിഡർ ചെയ്ത ആ ഒരു ബ്ലൂ പോയിന്റ് ഉണ്ടല്ലോ, ആ ബ്ലൂ പോയിന്റ് എന്ന് പറയുന്നത് എന്താണ്, ഇലക്ട്രിക് ഫീൽഡ് ലൈനിലെ ഒരു പോയിന്റ് ആണത്. ആ പോയിന്റിന്റെ ആ പോയിന്റിലുള്ള ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് നമ്മളവിടെ വെച്ച ആ ഒരു ടാൻജന്റ് ഉണ്ടല്ലോ, ഈ ടാൻജന്റ് ഉണ്ടല്ലോ, ആ ടാൻജന്റിന്റെ അതേ ഡയറക്ഷൻ ആയിരിക്കും ആ ഒരു പോയിന്റിലുള്ള ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത്. മനസ്സിലായോ? നമ്മളൊരു ഇലക്ട്രിക് ഫീൽഡ് ലൈനിലുള്ള ഒരു പോയിന്റ് നമ്മൾ കൺസിഡർ ചെയ്തു. ആ പോയിന്റിലുള്ള ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ കണ്ടെത്തണം എന്നുണ്ടെങ്കിൽ ആ പോയിന്റിൽ നമ്മളൊരു ടാൻജന്റ് വരച്ചു കഴിഞ്ഞാൽ മതി. ആ ടാൻജന്റിന്റെ അതേ ഡയറക്ഷൻ ആയിരിക്കും ആ പോയിന്റിലുള്ള ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ. ഓക്കെ, ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു കേട്ടോ. ഓക്കെ, ഇനി തേർഡ് പ്രോപ്പർട്ടി നമുക്ക് നോക്കാം. തേർഡ് പ്രോപ്പർട്ടി എന്താണ്? ടു ലൈൻസ് ഓഫ് ഫോഴ്സ് നെവർ ഇന്റർസെക്ട് ഈച്ച് അതർ. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇലക്ട്രിക് ഫീൽഡ് ലൈനിന്റെ ഒരു പ്രോപ്പർട്ടി ആണിത്. എന്താണ് പറയുന്നത്? ടു ലൈൻസ് ഓഫ് ഫോഴ്സ് നെവർ ഇന്റർസെക്ട് ഈച്ച് അതർ. രണ്ട് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസുകൾ ഒരിക്കലും ഇന്റർസെക്ട് ചെയ്യില്ല. എന്തുകൊണ്ടാവും രണ്ട് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഒരിക്കലും ഇന്റർസെക്ട് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നത്? ഇവിടെ നിങ്ങൾ നോക്ക്, ഇവിടെ വൺ എന്ന് പറഞ്ഞ ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന വൺ എന്ന് പറയുന്നത് ഒന്നാമത്തെ ഇലക്ട്രിക് ഫീൽഡ് ലൈൻ ആണ്. രണ്ടെന്ന് പറയുന്നത് രണ്ടാമത്തെ ഇലക്ട്രിക് ഫീൽഡ് ലൈൻ ആണ്. ഈ രണ്ട് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസുകളും ഇന്റർസെക്ട് ചെയ്തതായിട്ടാണ് ഈ പിക്ചറിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അത് ഇന്റർസെക്ട് ചെയ്യുന്ന സമയത്തെ ആ ഇന്റർസെക്ട് ചെയ്യുന്ന ആ ഒരു പോയിന്റ് ഉണ്ടല്ലോ, ഇന്റർസെക്ട് ചെയ്യുന്ന ആ ഒരു പോയിന്റ്, രണ്ട് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസുകളും ഇന്റർസെക്ട് ചെയ്യുന്ന ആ ഒരു പോയിന്റ്, ആ പോയിന്റിലത്തെ ഇലക്ട്രിക് ഫീൽഡ് നമുക്ക് കണ്ടെത്തണം. ഇലക്ട്രിക് ഫീൽഡ് കണ്ടെത്താൻ നമ്മൾ എന്താ ചെയ്യാം? ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ നമുക്ക് കണ്ടെത്തണം. ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ കണ്ടെത്തണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ആ പോയിന്റിലായിട്ട് നമ്മൾ ടാൻജന്റ് വരയ്ക്കും, അല്ലെ? അപ്പോ രണ്ട് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഉണ്ട്. ആ രണ്ട് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിനെയും വെച്ചിട്ട് രണ്ട് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിനും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഓരോരോ ടാൻജന്റ് വീതം നമുക്ക് വരയ്ക്കാൻ പറ്റും, അല്ലെ? അപ്പൊ നമ്മൾ അങ്ങനെ അപ്പൊ നമുക്ക് അവിടെ രണ്ട് ടാൻജൻസ് വരയ്ക്കാൻ പറ്റുണ്ടാവും ആ ഒരു പോയിന്റിൽ തന്നെ, ഇല്ലേ? രണ്ട് ടാൻജൻസ് വരയ്ക്കാൻ പറ്റും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ രണ്ട് ടാൻജൻസ് വരയ്ക്കാൻ പറ്റുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിനർത്ഥം എന്താണ്? ആ പോയിന്റില് ഇലക്ട്രിക് ഫീൽഡിന് രണ്ട് ഡയറക്ഷൻ ഉണ്ട് എന്നല്ലേ? രണ്ട് ടാൻജന്റ് നമ്മൾ കഴിഞ്ഞ പ്രോപ്പർട്ടിയിൽ നമ്മൾ പറഞ്ഞു, ടാൻജന്റിന്റെ ഡയറക്ഷൻ എന്താണോ ആ ഡയറക്ഷൻ ആണ് ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എന്ന് നമ്മൾ പറഞ്ഞു, അല്ലെ? ആ പോയിന്റിലുള്ള ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ആ ടാൻജന്റിന്റെ ഡയറക്ഷൻ ആണെന്ന് പറഞ്ഞു. അപ്പൊ രണ്ട് ടാൻജന്റ് നമുക്ക് വരക്കാൻ പറ്റുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിനർത്ഥം അവിടെ ആ പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡിന് രണ്ട് ഡയറക്ഷൻ ഉണ്ട് എന്നാണ്. അതൊരിക്കലും പോസിബിൾ അല്ല, അല്ലെ? ഒരു പോയിന്റിലുള്ള ഇലക്ട്രിക് ഫീൽഡിന് രണ്ട് ഡയറക്ഷനോ? നിങ്ങളൊന്ന് അത് ലോജിക്കലി ചിന്തിച്ചു കഴിഞ്ഞാൽ പോസിബിൾ ആണോ? ഒരു പോയിന്റിലുള്ള ഇലക്ട്രിക് ഫീൽഡിന് രണ്ട് ഡയറക്ഷന് ഒരിക്കലും പോസിബിൾ അല്ല, അല്ലെ? അപ്പൊ അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്, അപ്പോൾ നമ്മൾ ഇങ്ങനെ രണ്ട് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിൽ ഇന്റർസെക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു പ്രോബ്ലം അവിടെ വരും. ആ പോയിന്റിലുള്ള ഇലക്ട്രിക് ഫീൽഡിന് രണ്ട് ഡയറക്ഷൻ വരാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. അതൊരിക്കലും പോസിബിൾ അല്ല. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് രണ്ട് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഒരിക്കലും എന്ത് ചെയ്യില്ല? ഇന്റർസെക്ട് ചെയ്യില്ല. ഓക്കെ, എന്താണ് പറഞ്ഞത്? രണ്ട് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസുകൾ ഒരിക്കലും ഇന്റർസെക്ട് ചെയ്യില്ല. ഇത് വൺ ഓഫ് ദി ഇമ്പോർട്ടന്റ് പ്രോപ്പർട്ടി ഓഫ് ദി ഇലക്ട്രിക് ഫീൽഡ് ലൈൻ. ഓക്കെ, ഇനി അടുത്തൊരു പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ദ റിലേറ്റീവ് ഡെൻസിറ്റി ഓഫ് ദ ഫീൽഡ് ലൈൻസ് ഇൻഡിക്കേറ്റ്സ് ദ റിലേറ്റീവ് സ്ട്രെങ്ത് ഓഫ് ഇലക്ട്രിക് ഫീൽഡ്. എന്താ പറഞ്ഞത്? ദ റിലേറ്റീവ് ഡെൻസിറ്റി ഓഫ് ദി ഫീൽഡ് ലൈൻസ് ഇൻഡിക്കേറ്റ്സ് ദ റിലേറ്റീവ് സ്ട്രെങ്ത് ഓഫ് ദ ഇലക്ട്രിക് ഫീൽഡ്.
നമ്മള് ഒരു ഇപ്പൊ ഒരു സ്പേസ് നമ്മളൊരു സ്ഥലത്ത് നമ്മൾ നോക്കുമ്പോൾ അവിടെ ഒരു ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഇങ്ങനെ തിങ്ങി തിങ്ങി നിൽക്കുകയാണെന്ന് വിചാരിച്ചു. പിന്നെ ഒരു സ്പേസ് നമ്മൾ വേറൊരു സ്ഥലത്ത് നമ്മൾ നോക്കുമ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഇങ്ങനെ വേറിട്ട് ഒന്നിനു ശേഷം കുറച്ച് സ്പേസ് വിട്ടിട്ട് അടുത്ത ഇലക്ട്രിക് ഫീൽഡ് ലൈന്, അതിനുശേഷം കുറച്ച് സ്പേസ് വിട്ടിട്ട് അടുത്ത ഇലക്ട്രിക് ഫീൽഡ് ലൈൻ, അങ്ങനെയാണ്. അപ്പൊ അതിനർത്ഥം, അപ്പൊ ഒരു സ്ഥലത്ത് ഇലക്ട്രിക് ഫീൽഡ് ലൈനാണ് തിങ്ങി നിൽക്കുകയാണ്, മറ്റേ സ്ഥലത്ത് ഇലക്ട്രിക് ഫീൽഡ് ലൈന് കുറച്ച് സ്പേസ് ഇങ്ങനെ വിട്ടിട്ട് നിൽക്കുകയാണ്. അപ്പോ ഇതിന്ന് രണ്ടിനും നമ്മൾ എന്താ മനസ്സിലാക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഇങ്ങനെ തിങ്ങി നിൽക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിനർത്ഥം അവിടെയുള്ള ഇലക്ട്രിക് ഫീൽഡിന്റെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് വളരെ കൂടുതലാണെന്നാണ്. ഇലക്ട്രിക് ഫീൽഡിന്റെ ആ ഒരു റിലേറ്റീവ് സ്ട്രെങ്ത് അത് വളരെ കൂടുതലാണെന്നാണ്. നേരെ മറിച്ച് ഇങ്ങനെ ഇലക്ട്രിക് ഫീൽഡ് ലൈൻ ഇങ്ങനെ കുറച്ച് സ്പേസ് വിട്ടിട്ട് അങ്ങനെയാണ് നിൽക്കണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് ലൈൻ ഇങ്ങനെ തിങ്ങിനല്ല നിൽക്കണമെന്നുണ്ടെങ്കിൽ അതിനർത്ഥം അവിടെ അത്ര തന്നെ സ്ട്രെങ്ത് ഇലക്ട്രിക് ഫീൽഡിന് ആ ഒരു ഭാഗത്ത് അത്ര തന്നെ സ്ട്രെങ്ത് ഇലക്ട്രിക് ഫീൽഡിന് ഇല്ല എന്നാണ്. ഓക്കെ, അപ്പൊ എന്താ പറഞ്ഞത്, നമ്മള് ഇലക്ട്രിക് ഫീൽഡ് ലൈന് ഇങ്ങനെ തിങ്ങി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ അതിനർത്ഥം സ്ട്രെങ്ത് ഓഫ് ദി ഇലക്ട്രിക് ഫീൽഡ് അവിടെ വളരെ കൂടുതലാണെന്നും, എന്താ അത്ര തന്നെ തിങ്ങിയല്ല ഇലക്ട്രിക് ഫീൽഡ് ലൈന് നിൽക്കണമെന്നുണ്ടെങ്കിൽ അവിടെ അത്ര തന്നെ ഇലക്ട്രിക് ഫീൽഡിന് സ്ട്രെങ്ത് ഇല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് പറഞ്ഞത് ദ റിലേറ്റീവ് ഡെൻസിറ്റി ഓഫ് ദി ഫീൽഡ് ലൈൻസ് ഇൻഡിക്കേറ്റ്സ് ദ റിലേറ്റീവ് സ്ട്രെങ്ത് ഓഫ് ദി ഇലക്ട്രിക് ഫീൽഡ് അറ്റ് ദാറ്റ് പോയിന്റ്. ഓക്കെ, ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. പിന്നെ അടുത്ത പ്രോപ്പർട്ടി പറയട്ടെ. അടുത്ത പ്രോപ്പർട്ടി എന്താ? ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഡ്യൂ ടു സ്റ്റാറ്റിക് ചാർജ് നെവർ ഫോം എ ക്ലോസ്ഡ് ലൂപ്പ്. ലൂപ്സ്. ഒരു സ്റ്റാറ്റിക് ചാർജ് ഉണ്ട്. ഒരു സ്റ്റാറ്റിക് ചാർജ് ഉണ്ട്. ആ സ്റ്റാറ്റിക് ചാർജിൽ നിന്നും എന്താണ് ഒരു ഇലക്ട്രിക് ഫീൽഡ് വരികയാണ്. ഇലക്ട്രിക് ഫീൽഡ് വന്നിട്ട് ഇങ്ങനെ ഒരിക്കലും ഒരു ക്ലോസ്ഡ് ലൂപ്പ് ഫോം ചെയ്യില്ല. ഇപ്പൊ ഞാൻ ഈ കൺസിഡർ ചെയ്തിട്ടുള്ള സ്റ്റാറ്റിക് ചാർജ് എന്ന് പറയുന്നത് അതൊരു പോസിറ്റീവ് ചാർജ് ആണെന്ന് ഇരിക്കട്ടെ. അങ്ങനെ ഒരു പോസിറ്റീവ് ചാർജ് ആണെന്നുണ്ടെങ്കിൽ, പോസിറ്റീവ് ചാർജിലാണെങ്കിൽ പുറത്തോട്ടായിരിക്കും അല്ലെ ഇലക്ട്രിക് ഫീൽഡ് ലൈൻ വരിക. അപ്പൊ ആ ഒരു ഇലക്ട്രിക് ഫീൽഡ് ലൈൻ എന്ന് പറയുന്നത് അത് പുറത്തേക്ക് പോയിട്ട് വീണ്ടും എന്ത് ചെയ്യില്ല, അത് സ്റ്റാറ്റിക് ചാർജിന്റെ അകത്തോട്ട് തന്നെ വരൂല. ഓക്കെ, അതിനെയാണല്ലോ നമ്മളൊരു ക്ലോസ്ഡ് ലൂപ്പ് എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു ഏതൊരു ഇലക്ട്രിക് ചാർജ് ആണെന്നുണ്ടെങ്കിലും ആ ഒരു ഇലക്ട്രിക് ചാർജിൽ നിന്നും വരുന്ന ഇലക്ട്രിക് ഫീൽഡ് ലൈന് ഒരിക്കലും ഒരു ക്ലോസ്ഡ് ലൂപ്പ് എന്ത് ചെയ്യില്ല, ഇങ്ങനെ ഫോം ചെയ്യില്ല. ഇങ്ങനെ ഒരു ക്ലോസ്ഡ് ലൂപ്പ് ഒരിക്കലും ഒരു സ്റ്റാറ്റിക് ചാർജിൽ ഇങ്ങനെ ഒരു ഇലക്ട്രിക് ഫീൽഡ് ലൈന് ഒരിക്കലും ഒരു ക്ലോസ്ഡ് ലൂപ്പ് ഫോം ചെയ്യില്ല. ഓക്കെ, സോ ഇത്രയുമാണ് നമ്മളിപ്പോ എത്ര പ്രോപ്പർട്ടീസാ പറഞ്ഞത്? നമ്മളിപ്പോ 5 പ്രോപ്പർട്ടീസ് ആണ് പറഞ്ഞത് അല്ലെ. ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിന്റെ 5 പ്രോപ്പർട്ടീസ് ആണ് നമ്മളിവിടെ പറഞ്ഞത്. 5ഉം ഇമ്പോർട്ടന്റ് ആണ്. അതിൽ തന്നെ ഏറ്റവും കൂടുതൽ നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു പ്രോപ്പർട്ടിയാണ് ഏതെന്ന് പറയുന്നത്, 2 ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഒരിക്കലും ഇന്റർസെക്ട് ചെയ്യില്ല എന്ന് പറയുന്നത്. അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ്. ഓക്കെ, സോ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിന്റെ 5 പ്രോപ്പർട്ടീസ് ആണ് നമ്മളിവിടെ പറഞ്ഞത് കേട്ടോ. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഈ ചാപ്റ്ററിലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു ടോപ്പിക് ആണ്. അതാണ് ഇലക്ട്രിക് ഡൈപോൾ. എന്താണ് ഇലക്ട്രിക് ഡൈപോൾ? എന്താണ് ഇലക്ട്രിക് ഡൈപോൾ എന്ന് പറയുന്നത്? ഇലക്ട്രിക് ഡൈപോൾ എന്ന് പറയുന്നത് എ പെയർ ഓഫ് രണ്ട് ചാർജസ് ഉണ്ട്. അതിന്റെ മാഗ്നിറ്റ്യൂഡ്, ഇപ്പൊ ഇവിടെ ക്യൂവും അത് ഈക്വൽ ആണ്. മാഗ്നിറ്റ്യൂഡ് എന്താണ്? ഈക്വൽ ആണ്. എന്നാൽ അവയ്ക്ക് ഓപ്പോസിറ്റ് ചാർജസ് ആണ്. പ്ലസും മൈനസും ഓപ്പോസിറ്റ് ചാർജസ് ആണ്. അങ്ങനെയുള്ള രണ്ട് ചാർജസും നമ്മൾ എന്ത് ചെയ്യാണ്? അങ്ങനെയുള്ള രണ്ട് ചാർജസ് നമ്മളൊരു സ്മോൾ ഡിസ്റ്റൻസ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? സെപ്പറേറ്റ് ചെയ്തു. രണ്ട് ചാർജസ് സ്മോൾ ഡിസ്റ്റൻസ് വെച്ച് നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെയാണ്, ആ ഒരു സിസ്റ്റത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഒരു ഇലക്ട്രിക് ഡൈപോൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ പ്ലസ് ക്യൂ ഉണ്ട്,
-q ഉണ്ട്, അതിനെ നമ്മളൊരു സ്മോൾ ഡിസ്റ്റൻസ് വെച്ച് നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്നു. അതിനെ അങ്ങനെ കിട്ടുന്ന ആ ഒരു സിസ്റ്റത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇലക്ട്രിക് ഡൈപോൾ എന്ന് പറയുന്നത്. ഇനി എപ്പോഴും നമ്മൾ ഇലക്ട്രിക് ഡൈപോളിന്റെ ഡൈപോൾ ലെങ്ത് ആയിട്ട് നമ്മൾ എടുക്കുന്നത് 2a ആണ് നമ്മൾ ഡിസ്റ്റൻസ് ആയിട്ട് നമ്മൾ എടുക്കലുള്ളത്. ഓക്കെ. സോ എന്താണ് ഇലക്ട്രിക് ഡൈപോൾ എന്ന് പറയുന്നത്? ഇലക്ട്രിക് ഡൈപോൾ എന്ന് പറയുന്നത് എ പെയർ ഓഫ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജസ് സെപ്പറേറ്റഡ് ബൈ സ്മോൾ ഡിസ്റ്റൻസ് ഈസ് കോൾഡ് ഇലക്ട്രിക് ഡൈപോൾ. ഓക്കെ. ചിത്രം നോക്കി കഴിഞ്ഞാൽ അത് വളരെ ക്ലിയർ ആണ് അല്ലെ? ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജസിനെ ഒരു 2a എന്ന് പറയുന്ന സ്മോൾ ഡിസ്റ്റൻസ് കൊണ്ട് നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്നതാണ് ഇലക്ട്രിക് ഡൈപോൾ എന്ന് പറയുന്നത്. ഇനി ഈ ഇലക്ട്രിക് ഡൈപോളിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ അവിടെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന മറ്റൊരു കാര്യമാണ് ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ് എന്ന് പറയുന്നത്. എന്താണ് ഡൈപോൾ മൊമെന്റ്? ഡൈപോൾ മൊമെന്റിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് വിത്ത് ക്യാപിറ്റൽ ലെറ്റർ P കൊണ്ടാണ്. ഓക്കെ. എന്താണ് ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ് എന്ന് പറയുന്നത്? ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ പ്രോഡക്റ്റ് ഓഫ് മാഗ്നിറ്റ്യൂഡ് ഓഫ് ചാർജ് ആൻഡ് ഡൈപോൾ ലെങ്ത്. എന്താണ്? ഇപ്പൊ നമ്മൾ പറഞ്ഞു രണ്ട് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജസ് അല്ലെ, രണ്ട് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജസിനെ സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു ഡിസ്റ്റൻസ് അല്ലെ, ഒരു 2a എന്ന് പറയുന്ന ഒരു ഡിസ്റ്റൻസ് കൊണ്ട് സെപ്പറേറ്റ് ചെയ്യുന്നതിനാണ് ഇലക്ട്രിക് ഡൈപോൾ നമ്മൾ പറഞ്ഞു. അപ്പോൾ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജസ് ആണല്ലേ, രണ്ട് ചാർജസ് എന്താണ് ഈക്വൽ ആണ്, ഓപ്പോസിറ്റ് ചാർജ് ആണെന്നേ ഉള്ളൂ. അപ്പോൾ അതിലുള്ള ഒരു ചാർജിന്റെ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദാറ്റ് ചാർജ് അല്ലെ, രണ്ട് ചാർജിന്റെയും മാഗ്നിറ്റ്യൂഡ് എന്താണ്? ഒന്നാണല്ലോ, Q അല്ലേ. നമ്മൾ നേരത്തെ പിക്ചറിൽ നമ്മൾ കൺസിഡർ ചെയ്തത് അല്ലെ, ഈ പിക്ചറിൽ നമ്മൾ കൺസിഡർ ചെയ്ത് Q ആണല്ലോ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് ചാർജിന്റെ. അപ്പോൾ അതിലുള്ള ചാർജിന്റെ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദി ചാർജും പിന്നെ അതുപോലെ തന്നെ ഡൈപോൾ ലെങ്ത് നമ്മൾ എത്രയാ പറഞ്ഞത്? 2a അല്ലേ നമ്മൾ പറഞ്ഞ ഡൈപോൾ ലെങ്ത്. അപ്പോൾ ഈ ഡൈപോൾ ലെങ്തിന്റെയും അതുപോലെ തന്നെ ആ ചാർജിന്റെയും ഒരു പ്രോഡക്റ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡൈപോൾ മൊമെന്റ് എന്ന് പറയുന്നത്. ഓക്കെ. സോ ഡൈപോൾ മൊമെന്റ് എന്ന് പറയുന്നത് എന്താണ് ഡൈപോൾ മൊമെന്റ് എന്ന് പറയുന്നത്? ഡൈപോൾ മൊമെന്റ് P ഈസ് ഈക്വൽ ടു Q into 2a. ഓക്കെ. ഡൈപോൾ മൊമെന്റ് P ഈസ് ഈക്വൽ ടു Q into 2a ആണ്. ഓക്കെ. Q എന്ന് പറയുന്നത് എന്താണ്? ചാർജ് ആണ്. 2a എന്ന് പറയുന്നത് ഡൈപോൾ ലെങ്ത് ആണ്. ഓക്കെ. സോ ഇതാണ് ഡൈപോൾ മൊമെന്റ് എന്ന് പറയുന്നത് കേട്ടോ. ഡൈപോൾ മൊമെന്റിന്റെ ഇക്വേഷൻ മറക്കരുത്. ഇനി നമ്മൾ പറയാൻ പോകുന്ന കുറച്ച് ഡെറിവേഷൻ പാർട്ടുകളുണ്ട്. ആ ഡെറിവേഷൻ പാർട്ടിലൊക്കെ നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു ഇക്വേഷൻ ആണ് ഡൈപോൾ മൊമെന്റിന്റെ ഇക്വേഷൻ. ഡൈപോൾ മൊമെന്റ് ഈസ് ഈക്വൽ ടു Q into 2a. ഓക്കെ. ഇനി വേറൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, നമ്മൾ ഈ ഡൈപോൾ മൊമെന്റ് എന്ന് പറയുന്നത് എന്താണ്? ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്. വെക്റ്റർ ക്വാണ്ടിറ്റി ആണെന്നുണ്ടെങ്കിൽ അതിനെന്തുണ്ടായിരിക്കും? അതിനൊരു ഡയറക്ഷൻ ഉണ്ടായിരിക്കും അല്ലെ. ഈ ഡൈപോൾ മൊമെന്റിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് അത് ഓൾവേസ് എവിടുന്നാണ്? ഇറ്റ് ഈസ് ഡയറക്റ്റഡ് ഫ്രം നെഗറ്റീവ് ടു പോസിറ്റീവ് ചാർജ്. ഇപ്പൊ നമ്മൾ ഡൈപോൾ മൊമെന്റ് എന്ന് പറയുന്നത് അത് ഓൾവേസ് അതിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് നെഗറ്റീവ് ചാർജിൽ നിന്നും പോസിറ്റീവ് ചാർജിലോട്ടായിരിക്കും. എവിടുന്നാണ്? നെഗറ്റീവ് ചാർജിൽ നിന്നും പോസിറ്റീവ് ചാർജിലോട്ടായിരിക്കും ഡൈപോൾ മൊമെന്റിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ. സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഡൈപോൾ മൊമെന്റിനെ കുറിച്ച് പറയാനുള്ളത് കേട്ടോ. ഇലക്ട്രിക് ഡൈപോൾ എന്താണെന്നും പിന്നെ ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ് എന്താണെന്നും മനസ്സിലായല്ലോ. സിമ്പിൾ ആണ് അല്ലെ. ഇലക്ട്രിക് ഡൈപോൾ എന്താണെന്നും ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ് എന്താണെന്നും വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷെ എന്നാൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള രണ്ട് കൺസെപ്റ്റുകളാണ് ഇലക്ട്രിക് ഡൈപോൾ എന്താണെന്നും ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ് എന്താണ്. ഓക്കെ. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു കേട്ടോ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു എ ഡൈപോൾ ആണ്. ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു എ ഡൈപോൾ. നമ്മളിപ്പോ ഇലക്ട്രിക് ഡൈപോൾ പഠിച്ചില്ലേ? ഇലക്ട്രിക് ഡൈപോൾ എന്താണെന്ന് പഠിച്ചു അല്ലെ. അപ്പോൾ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇലക്ട്രിക് ഡൈപോള് നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ എവിടെയോ നമ്മൾ പ്ലേസ് ചെയ്തു. ഒരു ഇലക്ട്രിക് ഡൈപോൾ എവിടെയോ നമ്മളിങ്ങനെ വെച്ചിട്ടുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ഇലക്ട്രിക് ഡൈപോളിന് ചുറ്റും എന്തുണ്ടായിരിക്കും? ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടായിരിക്കും. ഇപ്പൊ നമ്മൾ പറഞ്ഞൊരു ഇലക്ട്രിക് ചാർജ് നമ്മൾ എവിടെയെങ്കിലും വെച്ച് കഴിഞ്ഞാൽ അതിന് ചുറ്റും ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടായിരിക്കും എന്ന് നമ്മൾ പറഞ്ഞു. അതേപോലെ തന്നെ ഒരു ഇലക്ട്രിക് ഡൈപോൾ നമ്മൾ എവിടെയെങ്കിലും പ്ലേസ് ചെയ്ത് കഴിഞ്ഞാലും അതിന് ചുറ്റും ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാകും.
നമ്മളിനി കണ്ടുപിടിക്കാൻ പോകുന്നത് അങ്ങനെ ഒരു ഡൈപോളിന് ചുറ്റും ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് എത്രയാണെന്നാണ് നമ്മളിനി കണ്ടുപിടിക്കാൻ പോകുന്നത്. ഓക്കെ, ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു എ ഡൈപോൾ. ഇതിൽ നമ്മുടെ ഈ ചാപ്റ്ററിലെ ഇലക്ട്രിക് ഡൈപോളിന് ചുറ്റുമുള്ള ഇലക്ട്രിക് ഫീൽഡ് 2 കേസുകളിലായിട്ടാണ് നമ്മൾ കണ്ടെത്തുന്നത്. അതിൽ ഒന്നാമത്തെ കേസ് എന്ന് പറയുന്നത് ഇലക്ട്രിക് ഫീൽഡ് അറ്റ് എ പോയിന്റ് ഓൺ ദ ആക്സിയൽ ലൈൻ ഓഫ് ആൻ ഇലക്ട്രിക് ഡൈപോളും, രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു എ ഡൈപോൾ അറ്റ് എ പോയിന്റ് ഓൺ ദ ഇക്വറ്റോറിയൽ ലൈൻ ആണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് രണ്ട് കേസുകളാണ് പറയുന്നത്. അതിൽ ഒന്നാമത്തെ കേസ് എന്ന് പറയുന്നത് ഇലക്ട്രിക് ഫീൽഡ് അറ്റ് എ പോയിന്റ് ഓൺ ദ ആക്സിയൽ ലൈൻ ഓഫ് ആൻ ഇലക്ട്രിക് ഡൈപോൾ. ഒരു ഇലക്ട്രിക് ഡൈപോൾ നമ്മൾ ഇങ്ങനെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. പ്ലേസ് ചെയ്ത അതേ ലൈനിൽ തന്നെ നമ്മളൊരു പോയിന്റ് നമ്മൾ കൺസിഡർ ചെയ്തു. ആ പോയിന്റിൽ ഈ ഇലക്ട്രിക് ഡൈപോൾ കൊണ്ട് ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് എത്രയാണെന്നാണ് ആദ്യത്തെ കേസിൽ നമ്മൾ പറയുന്നത്. എന്താ പറയുന്നത്, അതേ ലൈനില് ഇലക്ട്രിക് ഡൈപോൾ ഒരു സ്ഥലത്ത് നമ്മൾ വെച്ചിട്ടുണ്ട്. ഇലക്ട്രിക് ഡൈപോളിന്റെ അതേ ലൈനിൽ നമ്മളൊരു പോയിന്റ് കൺസിഡർ ചെയ്ത് ആ പോയിന്റിലുള്ള ഈ ഡൈപോൾ കൊണ്ട് ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് എത്രയാണെന്ന് പറയുന്ന ഒരു കേസാണ് ആദ്യത്തേത്. രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് ഏതാണ്, ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു എ ഡൈപോൾ അറ്റ് എ പോയിന്റ് ഓൺ ദ ഇക്വറ്റോറിയൽ ലൈൻ. ഒരു ഇലക്ട്രിക് ഡൈപോൾ ഉണ്ട്. ആ ഇലക്ട്രിക് ഡൈപോളിന്റെ സെന്ററിലുള്ള ഏതെങ്കിലും ഒരു പോയിന്റ് നമ്മൾ കൺസിഡർ ചെയ്താൽ ആ പോയിന്റിൽ ഈ ഇലക്ട്രിക് ഡൈപോൾ കൊണ്ടുണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് എത്രയാണെന്ന് കണ്ടെത്തുന്ന ഒരു കേസാണ് രണ്ടാമത്തെ കേസ്. ഓക്കെ, സോ ഈ 2 കേസുകളും നമ്മൾ പഠിക്കണം. അപ്പോ നമുക്ക് ആദ്യത്തെ കേസ് നോക്കാം അല്ലെ. ആദ്യത്തെ കേസ് എന്താണ്, ഇലക്ട്രിക് ഫീൽഡ് അറ്റ് എ പോയിന്റ് ഓൺ ദ ആക്സിയൽ ലൈൻ ഓഫ് ആൻ ഇലക്ട്രിക് ഡൈപോൾ. എന്താ പറഞ്ഞത്, ഒരു ഇലക്ട്രിക് ഡൈപോൾ ഉണ്ട്. നിങ്ങൾക്ക് ചിത്രത്തിൽ കാണാം ഒരു -q +q എന്ന് പറയുന്ന അതിന്റെ ഇടയിൽ 2a ഡിസ്റ്റൻസ് അല്ലെ, 2a ഡിസ്റ്റൻസ് ഉള്ള AOB എന്ന് പറയുന്ന ഒരു ഇലക്ട്രിക് ഡൈപോൾ ആണ് നമുക്ക് ചിത്രത്തിൽ കാണാൻ പറ്റുന്നത് അല്ലെ. ഇനി ആ ഡൈപോൾ വെച്ചിരിക്കുന്നതിന്റെ അതേ ലൈനില് എന്ത് വെച്ചിട്ടുണ്ട്, അതേ ലൈനിലാണ് നമ്മൾ S എന്ന് പറയുന്ന ഒരു പോയിന്റ് കൺസിഡർ ചെയ്തിട്ടുള്ളത്. ഇവിടെ നിങ്ങൾ ഈ ചിത്രത്തിലെ അവിടെ ഒരു ബ്ലാക്ക് മാർക്ക് കണ്ടോ, ഒരു ബ്ലാക്ക് ഡോട്ട് കണ്ടോ, അവിടെയാണ് S എന്ന് പറയുന്ന പോയിന്റ് കേട്ടോ. S എന്ന് ഇട്ടത് കുറച്ച് ഇങ്ങോട്ടാണെന്നുള്ളൂ. ആ ബ്ലാക്ക് മാർക്ക് ചെയ്തിട്ടുള്ള പോയിന്റ് ആണ് S എന്ന് പറയുന്നത്, ക്യാപിറ്റൽ S എന്ന് പറയുന്ന പോയിന്റ്. അപ്പോ ക്യാപിറ്റൽ S എന്ന് പറയുന്ന ആ പോയിന്റിലുള്ള ഈ ഡൈപോൾ കൊണ്ടുണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് ആണ് നമുക്ക് കണ്ടെത്തേണ്ടത്. അപ്പൊ നമ്മളിവിടെ നോക്കാം, ഇവിടെ ഇലക്ട്രിക് ഡൈപോളില് 2 ചാർജസ് ആണ് ഉള്ളത് അല്ലെ. അപ്പോ തീർച്ചയായിട്ടും 2 ചാർജസ് ആണ് ഉള്ളതെന്നുണ്ടെങ്കിൽ ആ 2 ചാർജസിൽ നിന്നും വരുന്ന ഇലക്ട്രിക് ഫീൽഡ് ആയിരിക്കും S എന്ന് പറയുന്ന പോയിന്റിൽ ആക്ട് ചെയ്യുന്നുണ്ടാവുക അല്ലെ. അപ്പൊ 2 ഇലക്ട്രിക് ഫീൽഡ് ആയിരിക്കും S എന്ന് പറയുന്ന പോയിന്റിൽ ആക്ട് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ A എന്ന് പറയുന്ന പോയിന്റിൽ നമ്മൾ പ്ലേസ് ചെയ്തിട്ടുള്ളത് ഇലക്ട്രിക് ഡൈപോളിലെ -q ചാർജ് ആണ്. അപ്പൊ -q ചാർജിൽ നിന്നും ഒരു ഇലക്ട്രിക് ഫീൽഡ് വരികയാണ്. -q ചാർജിൽ നിന്നും S എന്ന് പറയുന്ന പോയിന്റിൽ ആക്ട് ചെയ്യപ്പെടുന്ന ഇലക്ട്രിക് ഫീൽഡ് ആണ് EA എന്ന് പറഞ്ഞ് റെപ്രസെന്റ് ചെയ്തിട്ടുള്ളത്. B എന്ന് പറയുന്ന ഡൈപോളിലെ DP എന്ന് പറയുന്ന പോയിന്റിൽ പ്ലേസ് ചെയ്തിട്ടുള്ള +2 ചാർജിൽ നിന്നും വരുന്ന +2 ചാർജ് കൊണ്ട് ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ആണ് S എന്ന് പറയുന്ന പോയിന്റിൽ EB എന്ന് പറഞ്ഞ് റെപ്രസെന്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാകും എങ്ങനെയാണ് ഇപ്പൊ ഈ ഡയറക്ഷൻ കിട്ടണം എന്നുള്ളത് അല്ലെ. ഇന്റെ ഡയറക്ഷന് ഡൈപോളിന്റെ ആ സൈഡിക്ക്, ഇബിന്റെ ഡയറക്ഷന് ഡൈപോളിന് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള സൈഡിക്കൊക്കെയാണ് വരുന്നത്. അത് എന്തുകൊണ്ടാണ് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. അത് എന്തുകൊണ്ടാണെന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. പക്ഷെ ഒന്നുകൂടി ഞാനൊന്ന് റിപ്പീറ്റ് ചെയ്യാണ്. നമ്മള് നമുക്ക് ഏതൊരു പോയിന്റിലുള്ള ഇലക്ട്രിക് ഫീൽഡും നമുക്ക് കണ്ടെത്തണം എന്നുണ്ടെങ്കിൽ, ഇപ്പൊ നമ്മളൊരു പോയിന്റ് നമ്മൾ കൺസിഡർ ചെയ്തു, ആ പോയിന്റിലുള്ള ഇലക്ട്രിക് ഫീൽഡ് ആണ് നമുക്ക് കണ്ടെത്തേണ്ടത് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ മനസ്സിൽ വിചാരിക്കണം ആ പോയിന്റിൽ ഞാനൊരു ടെസ്റ്റ് ചാർജ് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് എന്നുള്ളത് നമ്മളൊന്ന് മനസ്സിൽ ഇമാജിൻ ചെയ്യണം. ഒരു ടെസ്റ്റ് ചാർജ് ഞാൻ അവിടെ എന്ത് ചെയ്യണം, കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ ഇമാജിൻ ചെയ്യണം. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞാണ്, ടെസ്റ്റ് ചാർജ് ആയിട്ട് നമ്മൾ എപ്പോഴും കൺസിഡർ ചെയ്യാം ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജ് ആണ്. എന്താണ്, ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജ് ആണ് എപ്പോഴും നമ്മൾ ടെസ്റ്റ് ചാർജ് ആയിട്ട് നമ്മൾ എടുക്കുന്നത്.
ഓക്കെ, അപ്പോൾ ഇവിടെയും നമ്മൾ അതുപോലെ തന്നെ നമുക്ക് എസ് എന്ന് പറയുന്ന പോയിന്റിലുള്ള ഇലക്ട്രിക് ഫീൽഡ് ആണ് നമുക്ക് കണ്ടെത്തേണ്ടത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ആ എസ് എന്ന് പറയുന്ന പോയിന്റിൽ നമ്മൾ ഒരു ടെസ്റ്റ് ചാർജ്, ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജ് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ ഇമാജിൻ ചെയ്യാം. എന്നിട്ട് ഇമാജിൻ ചെയ്തിട്ട് നമ്മൾ അവിടെയുള്ള ഇലക്ട്രിക് ഫീൽഡ് എങ്ങനെയാണെന്നൊന്ന് ആലോചിച്ച് നോക്കാം. ഇപ്പൊ നമ്മൾ എസ് എന്ന് പറയുന്ന പോയിന്റിൽ ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജ് ആണ് കൊണ്ടുവന്ന് വെച്ചതെങ്കിൽ -q വെച്ചിട്ട് ആ യൂണിറ്റ് പോസിറ്റീവ് ചാർജിന്റെ ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എങ്ങനെയായിരിക്കും? ഉറപ്പല്ലേ, പോസിറ്റീവ് ചാർജിൽ നിന്നും നെഗറ്റീവ് ചാർജിലോട്ടാണ് എന്തുണ്ടാവുക, ഇലക്ട്രിക് ഫീൽഡ് ലൈന് അല്ലെ പോകുന്നതൊക്കെ നമ്മളിപ്പോ പഠിച്ചു അല്ലെ, കഴിഞ്ഞ ഭാഗത്ത് നമ്മൾ പഠിച്ചു. ഇലക്ട്രിക് ഫീൽഡ് ലൈൻ ഒറിജിനേറ്റ്സ് ഫ്രം ദ പോസിറ്റീവ് ചാർജ് ആൻഡ് എൻഡ്സ് അപ്പോൺ ദ നെഗറ്റീവ് ചാർജ് എന്നൊക്കെ നമ്മൾ പഠിച്ചു അല്ലെ. അപ്പൊ ഇവിടെ എങ്ങനെ വരും, ഇവിടെ യൂണിറ്റ് പോസിറ്റീവ്, ഒരു എസ് എന്ന് പറയുന്ന പോയിന്റിലുള്ള യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ നമ്മൾ കൺസിഡർ ചെയ്താൽ ആ യൂണിറ്റ് പോസിറ്റീവ് ചാർജിൽ നിന്നും ഡൈപോളിലുള്ള -q ചാർജിലോട്ടായിരിക്കും എന്തുണ്ടാകുക, ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ഉണ്ടാവുക. അപ്പൊ നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം, നമുക്ക് ഇങ്ങനെ റെപ്രസെന്റ് ചെയ്തൂടെ? ഈ ചിത്രത്തിക്ക് ശ്രദ്ധിക്കണേ, എന്ന് പറയുന്നത് നമുക്ക് ഇങ്ങനെ റെപ്രസെന്റ് ചെയ്തൂടെ? ഓക്കെ, ഇനി അതേപോലെ തന്നെ നമ്മൾ ഇ ബി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇ ബി എന്ന് പറയുന്നത് +q ചാർജിൽ നിന്നും വരുന്ന ഇലക്ട്രിക് ഫീൽഡ് ലൈൻ ആണ്. +q ചാർജിലോട്ടുള്ള എസ് എന്ന് പറയുന്ന പോയിന്റിലുള്ള യൂണിറ്റ് പോസിറ്റീവ് ചാർജിൽ നിന്നും +q എന്ന് പറയുന്ന ഡൈപോളിലുള്ള ചാർജിലോട്ടുള്ള ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എങ്ങനെയായിരിക്കും? റിപ്പൽ ചെയ്ത് പോവാവും അല്ലെ. അപ്പൊ ഇ ബിയുടെ ഡയറക്ഷൻ എങ്ങനെയായിരിക്കും? ചിത്രത്തിൽ കാണിക്കുന്ന പോലെ ആവൂലേ ഇ ബിയുടെ ഡയറക്ഷന് അല്ലെ? ഇ ബിയുടെ ഡയറക്ഷൻ അങ്ങനെ. അപ്പൊ ന്റെ ഡയറക്ഷൻ നമുക്ക് കിട്ടി, ഇ ബിയുടെ ഡയറക്ഷൻ നമുക്ക് കിട്ടി. പിന്നെ ഇവിടെ നിങ്ങൾ നോക്കുക, ഡൈപോളിന്റെ ലെങ്ത് നമ്മൾ എപ്പോഴും പറഞ്ഞു 2a ആണ് നമ്മൾ എടുക്കുക അല്ലെ. ഡൈപോളിന്റെ ലെങ്ത് നമ്മൾ എപ്പോഴും 2a ആണ് എടുക്കുക. അപ്പൊ അതുകൊണ്ട് AO വരെയുള്ള ലെങ്ത് എയും OB വരെയുള്ള ലെങ്ത് എയും നമ്മൾ ചിത്രത്തിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ വേറൊരു കാര്യം, ഈ ഡൈപോളിന്റെ സെന്ററിൽ നിന്നും നമ്മൾ എടുക്കുന്ന പോയിന്റിലോട്ടുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് അത് സ്മോൾ ലെറ്റർ r ആണ്. ചിത്രത്തിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഡൈപോളിന്റെ സെന്ററിൽ നിന്നും എസ് എന്ന് പറയുന്ന പോയിന്റിലോട്ടുള്ള ഡിസ്റ്റൻസ് അത് r ആണ്. ഓക്കെ എന്നാ പറഞ്ഞേ, നമ്മൾ പറഞ്ഞേ ഇലക്ട്രിക് ഫീൽഡ് അറ്റ് എസ് ഡ്യൂ ടു പോയിന്റ് ചാർജ് അറ്റ് എ. ഡൈപോളിലെ എ എന്ന് പറയുന്ന പോയിന്റിൽ വെച്ചിട്ടുള്ള -q ചാർജ് കൊണ്ട് എസ് എന്ന് പറയുന്ന പോയിന്റിൽ ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് എത്രയായിരിക്കും? ഇലക്ട്രിക് ഫീൽഡിന്റെ ഇക്വേഷൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞതാണ് അല്ലെ. ഇലക്ട്രിക് ഫീൽഡിന്റെ ഇക്വേഷൻ എന്തായിരുന്നു? കോണർക്ക് നോക്കണേ, E ഈസ് ഈക്വൽ ടു 1/4πε0 ഇൻറ്റു q/r² ആയിരുന്നു ഇലക്ട്രിക് ഫീൽഡിന്റെ ഇക്വേഷൻ അല്ലെ. അപ്പൊ നമ്മളിപ്പോ പറഞ്ഞ ഈ കേസിൽ നമുക്ക് ഈ ഇക്വേഷൻ എങ്ങനെ എഴുതാൻ പറ്റും? E ഈസ് ഈക്വൽ ടു 1/4πε0 അതുപോലെ തന്നെ ഇട്ട് കൊടുത്തു ഇൻറ്റു ഇവിടെ ഏത് ചാർജിന്റെ ഇലക്ട്രിക് ഫീൽഡ് ആണിത്? -qയിലെ q എന്ന് പറയുന്ന ചാർജിന്റെ ഇലക്ട്രിക് ഫീൽഡ് ആണ് അല്ലെ. അപ്പോ ആ q നമ്മളിവിടെ ഇട്ട് കൊടുത്തു. ഓക്കെ, ഇനി ഡിവൈഡ് ചെയ്യണം വിത്ത് ഇവിടെ -q. ഡിവൈഡ് ചെയ്യണം വിത്ത് എന്ത് ചെയ്തു? ഇനി ആ എസ് എന്ന് പറയുന്ന പോയിന്റിലോട്ടുള്ള ഈ -qന്റെ ഡിസ്റ്റൻസ് എത്രയാ? r+a അല്ലേ? ചിത്രം നോക്കണേ, r+a അല്ലേ? എസ് എന്ന് പറയുന്ന പോയിന്റിൽ നിന്നും -q വരെയുള്ള ഡിസ്റ്റൻസ് r+a ആണ് അല്ലെ. അപ്പൊ നമ്മൾ ന്റെ പ്ലേസിൽ ഇവിടെ r+a ആണ് വരിക അല്ലെ. ഓക്കെ, അപ്പൊ r+a² എന്നിട്ട് കൊടുത്തു. അപ്പൊ നമുക്ക് പോയിന്റ് എ എന്ന് പറയുന്ന ഡൈപോളിലെ എ എന്ന് പറയുന്ന പോയിന്റിൽ വെച്ചിട്ടുള്ള -q എന്ന് പറയുന്ന ചാർജ് കൊണ്ട് എസ് എന്ന് പറയുന്ന പോയിന്റിൽ ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് നമുക്ക് കിട്ടി. ഇനി ഇതേപോലെ തന്നെ ബി എന്ന് പറയുന്ന പോയിന്റിൽ നമ്മൾ +q ആണ് വെച്ചിട്ടുള്ളത് അല്ലെ. ആ +q ചാർജ് കൊണ്ട് എസ് എന്ന് പറയുന്ന പോയിന്റിൽ ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് ആണ് EB എന്ന് പറയുന്നത് അല്ലെ. +q എന്ന് പറയുന്ന ബി എന്ന് പറയുന്ന പോയിന്റിലുള്ള +q എന്ന് പറയുന്ന ചാർജ് കൊണ്ട് ഉണ്ടാകുന്ന എസ് എന്ന് പറയുന്ന പോയിന്റിൽ ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് ആണ് EB എന്ന് പറയുന്നത്. ഈ EB ഈസ് ഈക്വൽ ടു എത്രയാണ്? EB ഈസ് ഈക്വൽ ടു 1/4πε0 ഇൻറ്റു ചാർജ് എത്രയാണ്? ഏത് ചാർജ് കൊണ്ടാണ് ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാകുന്നത്? +q ചാർജ് കൊണ്ടല്ലേ. അപ്പോ q ഡിവൈഡഡ് ബൈ
ഇനി പ്ലസ് ക്യൂവിൽ നിന്നും എസ് എന്ന് പറയുന്ന പോയിന്റിലോട്ടുള്ള ഡിസ്റ്റൻസ് എത്രയാ? ആർ മൈനസ് എ അല്ലേ? അല്ലേ? എസ് എന്ന് പറയുന്ന പോയിന്റിലോട്ടുള്ള ഡിസ്റ്റൻസ് ആർ മൈനസ് എ ആണ് അല്ലെ? ഓക്കെ, അപ്പൊ നമുക്ക് ആറിന്റെ പ്ലേസിൽ നമുക്ക് ആർ മൈനസ് എന്ന് കൊടുക്കാം അല്ലെ? ഓക്കെ, ഇനി ആർ മൈനസ് എ നമ്മൾ ആർ സ്ക്വയർ ഇട്ട് ഉള്ളത് കൊണ്ട് നമ്മൾ ആർ മൈനസ് എ ഓൾ സ്ക്വയർ ഇട്ട് കൊടുത്തു. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോ ഇവിടെ ഇ എയും കണ്ടു, നമ്മൾ എ ബിയും കണ്ടു നമ്മൾ. ഇനി നമുക്ക് എസ് എന്ന് പറയുന്ന പോയിന്റിലുള്ള ആ ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് കാണുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? അവിടെ 2 ഇലക്ട്രിക് ഫീൽഡ് ആയിരുന്നല്ലോ ഇപ്പൊ അവിടെ ആക്ട് ചെയ്തിരുന്നത്. ആ 2 ഇലക്ട്രിക് ഫീൽഡിനെയും നമ്മൾ ആഡ് ചെയ്താൽ പോരെ? ഇ എ പ്ലസ് ഇ ബി ചെയ്താൽ പോരെ? ഓക്കെ, അപ്പൊ നമ്മൾ റിസൾട്ടന്റ് ഇലക്ട്രിക് ഫീൽഡ് അറ്റ് എസ് ആൻഡ് ഇറ്റ്സ് മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് അല്ലെ, എസ് എന്ന് പറയുന്ന പോയിന്റിലുള്ള ഇലക്ട്രിക് ഫീൽഡിന്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഇ ഈസ് ഈക്വൽ ടു ഇ ബി പ്ലസ് മൈനസ് ഇ എ ആണ്. ഇവിടെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്തുകൊണ്ടാണ് ഇവിടെ മൈനസ് വന്നത് എന്ന് വിചാരിക്കുന്നുണ്ടാവും. മൈനസ് ഇ എന്ന് എന്തുകൊണ്ട് വന്നു എന്ന് വിചാരിക്കുന്നുണ്ടാവും. ഇവിടെ നിങ്ങൾ ഒന്ന് നോക്കുക, ഇ ബിയുടെയും ഇ എയുടെയും ഡയറക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ഡിഫറെന്റ് ആണ് അല്ലെ? ഇ ബിയുടെ ഡയറക്ഷൻ റൈറ്റ് സൈഡിലേക്ക് ആണെങ്കിൽ എ യുടെ ഡയറക്ഷൻ ലെഫ്റ്റ് സൈഡിലേക്കാണ്. അപ്പൊ ആ ഒരു ഡയറക്ഷന് മാറ്റം ഉള്ളത് കൊണ്ടാണ് നമ്മൾ എ ന്റെ കൂടെ നമ്മളൊരു മൈനസ് ഇട്ട് കൊടുക്കുന്നത്. ഓക്കെ ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അപ്പോ ഇ ഈസ് ഈക്വൽ ടു ഇ ബി പ്ലസ് മൈനസ് ഇ എ. ഇ ബി എത്രയാണ്? ഇ ബി ഈസ് ഈക്വൽ ടു 1/4πε0 ഇൻറ്റു ക്യൂ ബൈ ആർ മൈനസ് എ സ്ക്വയർ മൈനസ് ഇ എയോ 1/4πε0 ഇൻറ്റു ക്യൂ ബൈ ആർ പ്ലസ് എ സ്ക്വയർ, ആർ പ്ലസ് എ ഹോൾ സ്ക്വയർ അല്ലെ? ഓക്കെ, ഇനി ഇവിടെ ഈ ഇക്വേഷനിൽ നോക്ക്, ഇവിടെ നമുക്ക് കോമൺ ആയിട്ട് നമ്മൾ ഈ രണ്ടെണ്ണത്തിലും കോമൺ ആയിട്ടുള്ള ഒരു സാധനമാണ് എന്ത്? ക്യൂ ബൈ 4πε0 അല്ലെ? രണ്ടെണ്ണത്തിലും കോമൺ ആയിട്ടുള്ളതാണ് ക്യൂ ബൈ 4πε0. അപ്പൊ നമുക്ക് അത് പുറത്ത് കിട്ടൂടെ? നമ്മൾ ക്യൂ ബൈ 4πε0 നമ്മൾ പുറത്ത് കിട്ടാണ് കേട്ടോ. അത് നമ്മൾ പുറത്ത് കിട്ടു. ഇനി ബാക്കി അതിന്റെ അകത്ത് വരുന്നത് എന്താണ്? 1 മൈനസ് ആർ മൈനസ് ബ്രാക്കറ്റിനകത്ത് നമുക്ക് എന്താ വരിക? 1/r മൈനസ് എ ഹോൾ സ്ക്വയർ മൈനസ് 1/r പ്ലസ് എ ഹോൾ സ്ക്വയർ അല്ലെ? ഇനി നമുക്കത് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം അല്ലെ? അപ്പൊ നമ്മൾ ആർ പ്ലസ് എ സ്ക്വയറിന് നമുക്ക് മോളിക്ക് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യും, മൈനസ് ആർ മൈനസ് എ സ്ക്വയറിന് മോളിക്ക് മൾട്ടിപ്ലൈ ചെയ്യും. ഡിനോമിനേറ്റർ പാർട്ടിൽ നമ്മൾ രണ്ടെണ്ണത്തിന്റെയും ഡിനോമിനേറ്റർ എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യും അല്ലെ? ഇനി നമ്മൾ അവിടെ അതിന്റെ ബ്രാക്കറ്റിൽ ഉള്ളതിനൊക്കെ നമ്മളൊന്ന് എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെ, ആർ പ്ലസ് എ സ്ക്വയർ നമുക്ക് എങ്ങനെ എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും? ആർ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ചെയ്യാൻ അറിയില്ലേ? ആർ പ്ലസ് എ സ്ക്വയർ നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും? എങ്ങനെ ചെയ്യാം? ഞാൻ ഇവിടെ എഴുതുണ്ട്, ആർ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ പ്ലസ് 2ar എന്ന് എഴുതിക്കൂടെ അല്ലെ? ആർ പ്ലസ് എ സ്ക്വയർ അങ്ങനെയാണ് അല്ലെ? പിന്നെന്താ വന്നത്? പിന്നെ മൈനസ് ആർ മൈനസ് എ സ്ക്വയർ. ആർ മൈനസ് എ സ്ക്വയർ എന്താ? ആർ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ മൈനസ് 2ar അല്ലെ? അല്ലെ? അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ആറും ക്യാൻസൽ ചെയ്തോടെ? പിന്നെ എ സ്ക്വയറും ക്യാൻസൽ ചെയ്യില്ലേ? ഇവിടെ കണ്ടില്ല, ഇവിടെ മൈനസും ഉണ്ട് പുറത്ത് അല്ലെ? അപ്പൊ നമുക്ക് എ സ്ക്വയറും നമുക്ക് ക്യാൻസൽ ചെയ്യാം. ബാക്കി ഇവിടെ ഉള്ളത് എന്താണ്? 2ar ഉണ്ട് ഇവിടെ, പിന്നെ മൈനസ് 2ar അല്ലെ? അപ്പൊ 4ar എന്ന് വരൂല്ലേ അല്ലെ? നമുക്ക് ഇങ്ങനെ നമുക്ക് എന്ത് കിട്ടും? 4ar എന്ന് കിട്ടും അല്ലെ? അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഇനി അത് ഡിനോമിനേറ്റർ പാർട്ടിൽ ഒന്ന് നോക്കിക്കേ. ഡിനോമിനേറ്റർ പാർട്ടില് ആർ മൈനസ് എ സ്ക്വയർ ഇൻറ്റു ആർ പ്ലസ് എ സ്ക്വയർ ആണ് അല്ലെ? അതിന് നമുക്കറിയാം എ മൈനസ് ബി ഇൻറ്റു എ പ്ലസ് ബി എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് എങ്ങനെ എഴുതാ? എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന് നമ്മൾ എഴുതലുണ്ട് അല്ലെ? ഇല്ലേ? അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങളൊന്ന് നോക്ക്, ഇവിടെ നമുക്ക് എങ്ങനെ കിട്ടിയിരിക്കുന്നത്? ഇവിടെ ആർ മൈനസ് എ സ്ക്വയർ ആണ് അല്ലെ? നിങ്ങൾ ഇതാണ് ഞാൻ പറയുമ്പോൾ ഇതാണ് ശ്രദ്ധിക്കേണ്ടത് കേട്ടോ. അപ്പൊ ഞാനിപ്പോ ഈ കാണിച്ചതിന്റെ ഡിനോമിനേറ്റർ പാർട്ട്. ഡിനോമിനേറ്റർ പാർട്ട് നോക്കിക്കുക, അവിടെ ആർ മൈനസ് എ ഓൾ സ്ക്വയർ ആണ് അല്ലെ? അപ്പൊ ആർ മൈനസ് എ രണ്ടെണ്ണം ഉണ്ട്. ആർ പ്ലസ് പി ഓൾ സ്ക്വയർ ആണ്. ആർ പ്ലസ് എയും രണ്ടെണ്ണം ഉണ്ട്
അല്ലെ? അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് a² - b² ഓൾ സ്ക്വയർ എന്നുള്ള രൂപത്തിലാവും അത് വരുന്നുണ്ടാവുക. അല്ലെ? ക്ലിയർ ആണോ? അല്ലെ? ക്ലിയർ ആയി എന്ന് വിചാരിക്കണം കേട്ടോ. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ എങ്ങനെ എഴുതാൻ പറ്റും? നമുക്കിവിടെ ഈ ഒരു ഭാഗത്ത് നമുക്ക് ഈ ഒരു ഭാഗത്ത് നമുക്ക് ആ ഡിനോമിനേറ്റർ പാർട്ടില് r² - a² ഓൾ സ്ക്വയർ എന്നിട്ട് കൊടുക്കാൻ പറ്റും. ഓക്കെ, നിങ്ങളത് ഒന്നൊന്ന് എടുത്ത് എഴുതി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ഇക്വേഷൻ വളരെ കൃത്യമായിട്ട് നിങ്ങൾക്ക് കിട്ടും കേട്ടോ. ഓക്കെ, കൺഫ്യൂഷൻ വേണ്ട, ഈ ഒരു ഭാഗത്ത് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ ഓക്കെ സോ നമുക്ക് എന്ത് കിട്ടി ഇപ്പോ? 4ar/r² - a² ഓൾ സ്ക്വയർ എന്ന് കിട്ടി. ഇക്വേഷൻ ഈ ഒരു രൂപത്തിലാണ് നമുക്ക് ഇവിടെ കിട്ടി നിൽക്കുന്നത് അല്ലെ? ഓക്കെ, ഇനി ഇവിടെ നോക്ക്, നമ്മളെ ഡൈപോൾ മൊമെന്റ് പഠിച്ചിരുന്നു അല്ലെ? ഡൈപോൾ മൊമെന്റ് എത്രയെന്നുള്ള ഇക്വേഷൻ, ഡൈപോൾ മൊമെന്റിന്റെ ഇക്വേഷൻ എന്താ? Q×2a അല്ലേ? Q×2a ആണ് അല്ലെ? ഇവിടെ നമ്മൾ നോക്കുമ്പോ ഇവിടെ Q ഉണ്ട് അല്ലെ? എയും ഉണ്ട് ഇവിടെ ഇല്ലേ? സോറി, എയും ഉണ്ട് ഇവിടെ ഇല്ലേ? എ ഉണ്ട് ഇവിടെ അല്ലെ? അപ്പൊ നമുക്കിനി ഇവിടെ കിട്ടേണ്ടത് ഒരു 2 ആണ്. ആ 2 കൂടെ നമുക്ക് കിട്ടിക്കഴിഞ്ഞാല് അവിടെ നമുക്ക് പി ആക്കാം, അതിനെ ഡൈപോൾ മൊമെന്റ് പി അവിടെ കൊടുക്കാം. 4ൽ ഒരു 2 ഉണ്ടാവില്ലേ? 4 എന്ന് പറയുന്നത് 2×2 അല്ലേ? അപ്പൊ അതിനൊരു 2 എടുക്കാം. അപ്പൊ 2 എടുത്തു കഴിഞ്ഞാൽ 2ഉം ക്യൂവും എയും എടുത്ത് നമുക്ക് പി കൊടുക്കാം. അപ്പൊ അവിടെ നമുക്ക് അവിടെ പി കിട്ടൂലേ? പിന്നെ ബാക്കി അവിടെ ഉള്ളത് ആരൊക്കെയാണ്? ഒരു 2ഉം ഒരു 6ഉം ആണ് അല്ലെ? അത് നമ്മൾ നമുക്ക് താഴേക്ക് എടുത്ത് എഴുതാം അല്ലെ? ഓക്കെ, അപ്പോ നമുക്ക് എന്ത് കിട്ടും ഇവിടെ? E = 1/4πε0 × 2pr ഡിവൈഡഡ് ബൈ r² - a² ഓൾ സ്ക്വയർ എന്ന് കിട്ടും അല്ലെ? ഇനി നിങ്ങൾ ചിത്രം ഒന്ന് ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ചിത്രം ഒന്ന് നോക്കിക്കേ, ഒരു മിനിറ്റ്. ചിത്രം നോക്കിക്കേ. ഇവിടെ നമ്മൾ ചിത്രം നോക്കുന്ന സമയത്തെ, ചിത്രം നോക്കണം കേട്ടോ. ചിത്രം നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും, ആറിനെയും എനെയും വെച്ച് നോക്കുമ്പോഴേ, ആറിനെ കമ്പയർ ചെയ്തുകൊണ്ട് ആറിനെ കമ്പയർ ചെയ്ത് നമ്മൾ എനെ നമ്മൾ നോക്കുമ്പോഴേ, നമുക്ക് എ എന്ന് പറയുന്നത് ആറിനെ വെച്ച് നോക്കുമ്പോൾ വളരെ ചെറിയൊരു ഡിസ്റ്റൻസ് ആണ് അല്ലെ? ഡൈപോൾ ലെങ്ത് എ എന്ന് പറയുന്നത് വളരെ ചെറിയൊരു ഡിസ്റ്റൻസ് ആണ് എ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് നമുക്ക് അവിടെ ഉണ്ടാകുമ്പോൾ ഈ എ എന്ന് പറയുന്ന ആ ഒരു വാല്യൂവിന് നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് നെഗ്ലക്ട് ചെയ്യാം. ഓക്കെ, പിന്നെ r²-a² ആണ് നമ്മുടെ ഇക്വേഷനിൽ കിടക്കുന്നത് അല്ലെ? അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? a² നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് നെഗ്ലക്ട് ചെയ്യാൻ പറ്റും. വളരെ ചെറിയൊരു വാല്യൂ ആയിരിക്കും a² എന്ന് പറയുന്നത് r² വെച്ച് നോക്കുമ്പോൾ. അപ്പൊ നമുക്ക് എന്ത് നെഗ്ലക്ട് ചെയ്യാൻ പറ്റും? നമുക്ക് ഈ ഒരു ഇക്വേഷനിലുള്ള a² നമുക്ക് നെഗ്ലക്ട് ചെയ്യാം. ഓക്കെ, ഈ ഒരു ഇക്വേഷൻ നമുക്ക് a² നമ്മൾ നെഗ്ലക്ട് ചെയ്യാം. a² നമ്മൾ ഇപ്പൊ നിങ്ങൾക്ക് ഫൈനലി നിങ്ങൾക്ക് കിട്ടി നിൽക്കുന്ന ഒരു ഇക്വേഷനിൽ നിന്ന് a² നെഗ്ലക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ബാക്കി എന്താ ഉണ്ടാവുക? നമ്മൾ എന്താ പറഞ്ഞത്? a² നമ്മൾ നെഗ്ലക്ട് ചെയ്തു. a² നെഗ്ലക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ബാക്കി ഉണ്ടാവുക r² ഓൾ സ്ക്വയർ ആകും അല്ലെ? r² ഓൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ എന്ത് കിട്ടും? r² ഓൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ ബാക്കി എന്താ ചെയ്യുന്നത്? r⁴ ആണ് അല്ലെ? r⁴ ആണ്. ഈ r⁴ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് താഴെ r⁴ ആണെന്നുണ്ടെങ്കിൽ മുകളിൽ ഒരു 6 ഉണ്ട് അല്ലെ? ആ 6ഉം താഴത്തെ ഒരു 6 പോകുമ്പോൾ 6ഉം താഴത്തെ ഒരു 6ഉം ഇവിടെ 3 ആകൂല, r³ ആകൂലേ? അപ്പൊ നമുക്ക് ഫൈനൽ ആൻസർ ആയിട്ട് നമുക്ക് എന്താ കിട്ടുക? ഇലക്ട്രിക് ഫീൽഡ് അറ്റ് എസ് എന്ന് പറയുന്നത് = 1/4πε0 × 2p ഡിവൈഡഡ് ബൈ r³ എന്ന് കിട്ടും അല്ലെ? 1/4πε0 × 2p ഡിവൈഡഡ് ബൈ r³ എന്നാണ് കിട്ടുണ്ടാവുക ഫൈനലി അല്ലെ? അപ്പൊ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കണം കേട്ടോ. നമ്മളിപ്പോ പറഞ്ഞത് ഒരു ഡൈപോളിന് ചുറ്റുമുള്ള ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കാനുള്ള ഒരു കേസാണ് നമ്മൾ പറഞ്ഞത്. ഇലക്ട്രിക് ഡൈപോൾ വെച്ചിരിക്കുന്ന അതേ ലൈനിൽ തന്നെ നമ്മളൊരു പോയിന്റ് കൺസിഡർ ചെയ്ത് ആ പോയിന്റിലുള്ള ഇലക്ട്രിക് ഡൈപോൾ കൊണ്ട് ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് എത്രയാണെന്ന് കണ്ടെത്തുന്ന ഒരു ഡെറിവേഷൻ ആണ് നമ്മളിപ്പോ പറഞ്ഞത്. ആ ഡെറിവേഷന്റെ ഫൈനൽ ആൻസർ നമുക്ക് കിട്ടുന്നത് എത്രയാണ്? E = 1/4πε0 × 2p ഡിവൈഡഡ് ബൈ r³ എന്നാണ്. ഓക്കെ സോ നമ്മൾ ഒരു കേസ് നമ്മൾ പറഞ്ഞു അല്ലെ? ഇനി
രണ്ടാമത്തെ കേസ് പറയാനുണ്ട്. രണ്ടാമത്തെ കേസ് ഏതായിരുന്നു? ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു എ ഡൈപോൾ അറ്റ് എ പോയിന്റ് ഓൺ ദ ഇക്വറ്റോറിയൽ ലൈൻ. എന്ത് പറഞ്ഞത്? ചിത്രത്തിൽ നോക്കണേ, പറയുമ്പോൾ ഇനി ചിത്രത്തിൽ നോക്കണം. ഒരു ഇലക്ട്രിക് ഡൈപോൾ എടുത്തു. ചിത്രത്തിൽ നമുക്ക് കാണാം -q +q, അതിന്റെ ഇടയിൽ 2a ഡിസ്റ്റൻസ് ഉള്ള ഒരു ഡൈപോൾ, ഇലക്ട്രിക് ഡൈപോൾ നമുക്ക് കാണാം. ആ ഇലക്ട്രിക് ഡൈപോളിന്റെ സെന്ററിൽ നിന്നും നമ്മളൊരു പോയിന്റ്, സെന്ററിലുള്ള ഒരു പോയിന്റ് നമ്മൾ സെന്ററിൽ ഒരു ലൈനിലുള്ള ഒരു പോയിന്റ് നമ്മൾ കൺസിഡർ ചെയ്യാണ്. ആ പോയിന്റ് എന്ന് പറയുന്നത് R ആണ് കേട്ടോ. ക്യാപിറ്റൽ ലെറ്റർ R എന്ന് നമ്മൾ ചിത്രത്തിൽ കാണിക്കുന്ന ആ ഒരു പോയിന്റ് ആണ്. നമ്മൾ ആ പോയിന്റിലുള്ള ഇലക്ട്രിക് ഫീൽഡ് ആണ് നമുക്ക് കണ്ടെത്തേണ്ടത്. ഓക്കെ ഓക്കെ അപ്പൊ നമ്മള് കഴിഞ്ഞ കേസിൽ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇവിടെ -q-യിൽ നിന്നൊരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടായിരിക്കും. അതേപോലെ തന്നെ +q-യിൽ നിന്നുള്ള ഒരു ഇലക്ട്രിക് ഫീൽഡും R എന്ന് പറയുന്ന പോയിന്റിൽ ആക്ട് ചെയ്യപ്പെടുന്നുണ്ടാവും അല്ലെ? അപ്പൊ അങ്ങനെയാണെങ്കിൽ -q-യിൽ നിന്നും ആക്ട് ചെയ്യപ്പെടുന്ന ഇലക്ട്രിക് ഫീൽഡ് ആണ് E1, വെക്ടർ E1 എന്ന് പറയുന്നത്. അതിന്റെ ഡയറക്ഷനിൽ ഡൗട്ട് ഉണ്ടോ? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് ഈ കേസിൽ നമ്മൾ എടുക്കേണ്ടത്. R എന്ന് പറയുന്ന പോയിന്റിലുള്ള ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ R എന്ന് പറയുന്ന പോയിന്റിൽ നമ്മളൊരു യൂണിറ്റ് പോസിറ്റീവ് ചാർജ് കൊണ്ടുവന്ന് വെച്ചു എന്ന് വിചാരിക്കാം. ഒരു യൂണിറ്റ് ടെസ്റ്റ് ചാർജ് ആണ് കൊണ്ടുവന്ന് വെക്കുന്നത്. അപ്പൊ ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജ് നമ്മൾ R എന്ന് പറയുന്ന പോയിന്റിൽ നമ്മൾ കൊണ്ടുവന്ന് വെച്ചു എന്ന് വിചാരിക്കാം. അപ്പൊ യൂണിറ്റ് പോസിറ്റീവ് ചാർജിൽ നിന്നും -q, ഡൈപോളിലുള്ള -q ചാർജിലോട്ടുള്ള എങ്ങനെയായിരിക്കും E1ന്റെ ഡയറക്ഷന്? തീർച്ചയായിട്ടും അട്രാക്ഷൻ ആയിരിക്കും അല്ലെ? അപ്പൊ അട്രാക്ഷൻ എന്ന് പറയുമ്പോൾ വെക്ടർ E1ന്റെ ഡയറക്ഷൻ എങ്ങനെയായിരിക്കും? അങ്ങനെയാവൂലേ അല്ലെ? ആകും അല്ലെ? ഓക്കെ. ഇനി ഇതേപോലെ തന്നെ +q അല്ലെ, മറ്റേ -q, അപ്പൊ -q-യിൽ നിന്നുണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ പറഞ്ഞു. ഇനി ഡൈപോളിലെ +q-യിൽ നിന്നുണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ്, ആ ഇലക്ട്രിക് ഫീൽഡ് എങ്ങനെയായിരിക്കും? യൂണിറ്റ് പോസിറ്റീവ് ആറിലുള്ള ക്യാപിറ്റൽ ലെറ്റർ ആറിന്റെ ആ പോയിന്റിലുള്ള യൂണിറ്റ് പോസിറ്റീവ് ചാർജ് അല്ലെ, ആ യൂണിറ്റ് പോസിറ്റീവ് ചാർജ് ഡൈപോളിലുള്ള +q ചാർജുമായിട്ട് റിപ്പൽ ചെയ്യാവും. അപ്പൊ റിപ്പൽ ചെയ്യുമ്പോൾ എങ്ങനെയാ പോവാ? വെക്ടർ E2ന്റെ ഡയറക്ഷൻ ഇങ്ങനെ ആവൂലേ? ചിത്രത്തിൽ കാണിക്കുന്ന പോലെ ആവൂലേ വെക്ടർ E2ന്റെ ഡയറക്ഷൻ അല്ലെ? ഓക്കെ. അപ്പൊ നമ്മള് ഡൈപോളിലുള്ള രണ്ട് ചാർജിൽ നിന്നും ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷനും ഇലക്ട്രിക് ഫീൽഡും നമ്മൾ കണ്ടു അല്ലെ? എടാ, ഇനി നിങ്ങൾ ചിത്രത്തിലേക്ക് നോക്ക്. വെക്ടർ E1 നിങ്ങൾ കണ്ടു, വെക്ടർ E2 നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഈ രണ്ടെണ്ണവും ആക്ട് ചെയ്യപ്പെടുന്നത് R എന്ന് പറയുന്ന ഒരു പോയിന്റിലാണ്. അപ്പൊ ഇപ്പോ വെക്ടർ E2ന്റെ ആ ഡയറക്ഷനിലും ഒരു ഇലക്ട്രിക് ഫീൽഡ് ആ പോയിന്റിൽ ആക്ട് ചെയ്യപ്പെടുന്നുണ്ട്. വെക്ടർ E2ന്റെ ഡയറക്ഷനിലും ആ ഒരു R എന്ന് പറയുന്ന പോയിന്റിൽ ഒരു ഇലക്ട്രിക് ഫീൽഡ് ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ രണ്ടെണ്ണം ആക്ട് ചെയ്യാന്ന് പറയുമ്പോൾ ശരിക്കും അവിടെ ആ ഒരു പോയിന്റിൽ ആക്ട് ചെയ്യപ്പെടുന്ന ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഇവിടെ ചിത്രത്തിൽ കാണിച്ച പോലെ വെക്ടർ ഇയുടെ ആ ഡയറക്ഷനിലാവൂലേ? ഇ എന്ന് പറഞ്ഞ് കാണിച്ചിട്ടില്ലേ? ആ ഇന്റെ ആ ഡയറക്ഷൻ, ഇ എന്ന് പറയുന്നതിന്റെ ഇന്റെ ഡയറക്ഷനിലാവൂലേ ഇവിടെ ആ ഒരു R എന്ന് പറയുന്ന പോയിന്റിൽ ആക്ട് ചെയ്യുന്ന ശരിക്കുള്ള ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷന് അല്ലെ? അപ്പോ നമുക്ക് ശരിക്കും ആ നമുക്ക് ആ ഇ കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? വെക്ടർ E1 + വെക്ടർ E2 ചെയ്താൽ മതി. നമുക്ക് ഇന്റെ കിട്ടും. ഓക്കെ. അപ്പോ E1ഉം E2 ഇങ്ങനെ ഈ ഒരു ഡയറക്ഷനിലാണ് ആക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ശരിക്കും അവിടെ ആക്ട് ചെയ്യപ്പെടുന്ന ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷന് ഇ എന്ന് പറഞ്ഞ് നമ്മൾ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന ആ ഒരു ഡയറക്ഷനിലാകും ആ പോയിന്റിൽ ശരിക്കും ആക്ട് ചെയ്യപ്പെടുന്ന ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷന്. ഓക്കെ. ഇനി നമുക്ക് എന്താണ് ഇക്വേഷൻ, നമുക്ക് അതിന്റെ ആൻസർ കണ്ടെത്താൻ നോക്കാം അല്ലെ? ഒരു ഇക്വേഷൻ നമുക്ക് കണ്ടെത്താൻ നമുക്ക് നോക്കാം ആ ഒരു R എന്ന് പറയുന്ന പോയിന്റിലുള്ള ഇലക്ട്രിക് ഫീൽഡിന്. അപ്പോ ഫസ്റ്റിന് നമുക്ക് ഇവിടെ നമ്മൾ അറിഞ്ഞിരിക്കണം, നമ്മൾ കഴിഞ്ഞ ഡെറിവേഷൻ നമ്മൾ എന്താ ചെയ്തത്? നമ്മൾ ഇയെയും ഇബിയും കണ്ടെത്തുകയാണ് ചെയ്തത് അല്ലെ? അപ്പൊ ഇവിടെ നമുക്ക് അങ്ങനെ ചെയ്യാം. നമ്മൾ ആദ്യം തന്നെ നമ്മൾ കണ്ടെത്തേണ്ടത് മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് അറ്റ് R ഡ്യൂ ടു -q കൊണ്ട് R എന്ന് പറയുന്ന പോയിന്റിൽ ആക്ട് ചെയ്യപ്പെടുന്ന ഇലക്ട്രിക് ഫീൽഡിന്റെ മാഗ്നിറ്റ്യൂഡ് E1 ആണ് അല്ലെ? E1 ആണ് ഇവിടെ നമ്മൾ എടുത്ത ഇലക്ട്രിക് ഫീൽഡ്. E1 എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു എത്രയായിരിക്കും? E1 ഈസ് ഈക്വൽ ടു 1/4πε0 ഇൻറ്റു Q അല്ലെ? Q അല്ലേ? -q എന്ന് പറയുന്ന ചാർജ് കൊണ്ടാണ് ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് ഇവിടെ നമ്മൾ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് മാത്രമാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട്
നമ്മൾ ചാർജിന്റെ മാഗ്നിറ്റ്യൂഡ് എടുക്കുന്നുള്ളൂ, ചാർജ് എടുക്കുന്നില്ല. ക്യൂ എടുത്തു. ഓക്കെ, ക്യൂ ഡിവൈഡഡ് ബൈ, ഇനി ആർ എന്ന് പറയുന്ന പോയിന്റും മൈനസ് ക്യൂവും തമ്മിലുള്ള ആ ഒരു ഡിസ്റ്റൻസ് എത്രയാണ്? ആറിന്റെ പ്ലേസിൽ നമ്മൾ എന്താ കൊടുക്കേണ്ടത് ഇവിടെ? ഇവിടെ എ ആർ ആണോ? എ ആർ അല്ലേ ഇവിടെ ആറിന്റെ പ്ലേസിലുള്ളത്? അല്ലെ, ആർ എന്ന് പറയുന്ന പോയിന്റിലുള്ള ഇലക്ട്രിക് ഫീൽഡ് നമുക്ക് കണ്ടെത്തണ്ടേ അല്ലെ? മൈനസ് ക്യൂ കൊണ്ടുണ്ടാകുന്ന ഡൈപോളിലെ മൈനസ് ക്യൂ കൊണ്ടുണ്ടാകുന്ന ആർ എന്ന് പറയുന്ന പോയിന്റിലുള്ള ഇലക്ട്രിക് ഫീൽഡ് ആണ് നമുക്ക് കണ്ടെത്തേണ്ടത്. അപ്പൊ ഇവിടെയുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എത്രയാണ്? എ ആർ ആണ് അല്ലെ? ഇനി അപ്പൊ നമുക്ക് അതിന് ഇനി ഓക്കെ, അപ്പൊ നമുക്ക് ഈ ഒരു ഇക്വേഷൻ കിട്ടില്ലേ, 1/4πε0 ഇൻറ്റു ക്യൂ ബൈ എ ആർ സ്ക്വയർ. ഇനി നമുക്ക് ഈ ഇക്വേഷനിലെ എ ആർ കിട്ടിക്കഴിഞ്ഞാലല്ലേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. എ ആർ എന്താണെന്ന് അറിയണ്ടേ? അപ്പൊ എ ആർ എന്ന് പറയുന്നത് എന്താണ്? നിങ്ങൾ ചിത്രം ഒന്ന് നോക്ക്. ചിത്രത്തിൽ നമുക്ക് എ ആർ എന്ന് പറയുന്നത് അതൊരു റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ ഫോം ചെയ്യുന്നില്ലേ ചിത്രത്തില്? ഇല്ലേ? അല്ലെ, ഒരു എ ആർ സി എന്ന് പറയുന്നത് ഒരു റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ ആണ് അല്ലെ? എ ആർ സി എന്ന് പറയുന്നത് ആ റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിളിന്റെ ഒരു ഹൈപ്പോട്ടിനീസ് ആയിട്ടാണ് ഈ ഒരു എ ആർ വരുന്നത് അല്ലെ? അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഹൈപ്പോട്ടിനീസ് കിട്ടാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്താൽ മതി? ബേസ് സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയറിന്റെ എന്നിട്ട് ഓൾ സ്ക്വയർ റൂട്ട് അല്ലെ? അതല്ലേ നമ്മുടെ ഹൈപ്പോട്ടിനീസ് കാണാനുള്ള ഇക്വേഷന്. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് ഇവിടെ ബേസ് എന്ന് പറയുന്നത് റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിളിന്റെ ബേസ് എയും ആൾട്ടിറ്റ്യൂഡ് ആറും ആണ് വരുന്നത്. അപ്പൊ നമുക്ക് എന്ത് കൊടുക്കാം? എ സ്ക്വയർ പ്ലസ് ആർ സ്ക്വയറിന്റെ സ്ക്വയർ റൂട്ട്, ഓൾ സ്ക്വയർ റൂട്ട് ആണ് എന്തെന്ന് പറയുന്നത്? ഇവിടെ എ ആർ എന്ന് പറയുന്നത് അല്ലെ? അപ്പൊ എ ആർ ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് ആർ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ അല്ലെ? ഇനി എ ആറിന്റെ സ്ക്വയർ ആണ്, അപ്പോൾ ഓൾ സ്ക്വയർ എന്നിട്ട് കൊടുത്തു. ഇനി ഇവിടെ സ്ക്വയറും അതുപോലെ തന്നെ ഇനി ഇവിടെ സ്ക്വയർ വന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ സ്ക്വയർ റൂട്ട് നമുക്ക് കളയാൻ പറ്റും, രണ്ട് ക്യാൻസൽ ചെയ്ത് പോകും അല്ലെ? അപ്പൊ ബാക്കി അവിടെ വരുന്നത് എന്താണ്? ബാക്കി 1/4πε0 ഇൻറ്റു ക്യൂ ബൈ ആർ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ. അപ്പൊ ഇതായിരിക്കും നമ്മളുടെ E1 എന്ന് പറയുന്നത്. ഓക്കെ അല്ലെ? അപ്പൊ E1 എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്നത്, E1 എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടിയത് എത്രയാണ്? E1 ഈസ് ഈക്വൽ ടു 1/4πε0 ഇൻറ്റു ക്യൂ ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ. ഇതാണ് നമുക്ക് E1 കിട്ടുന്നത്. ഓക്കെ, ഇനി മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് അറ്റ് ആർ ഡ്യൂ ടു പ്ലസ് ക്യൂ. നമുക്ക് പ്ലസ് ക്യൂ കൊണ്ടുണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡിന്റെ മാഗ്നിറ്റ്യൂഡ് ആർ എന്ന് പറയുന്ന പോയിന്റിൽ എത്രയാണ്? E2 ഈസ് ഈക്വൽ ടു 1/4πε0 ഇൻറ്റു ക്യൂ, പ്ലസ് ക്യൂ കൊണ്ടാണ് ഉണ്ടാവുന്നത് അല്ലെ? അപ്പൊ ക്യൂ ആണ് ചാർജ് ഡിവൈഡഡ് ബൈ ബി ആർ അല്ലേടാ ലെങ്ത്. ബി ആർ എന്ന് പറയുന്നത് എ ആറിനോട് ഈക്വൽ അല്ലേ? ചിത്രം നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവണല്ലേ? ബി ആർ എന്ന് പറയുന്നത് എ ആറിനോട് ഈക്വൽ ആണോ അല്ലെ? നിങ്ങൾ എങ്ങനെയത് മനസ്സിലാവണം നമുക്ക്? നിങ്ങൾ ഇവിടെ നോക്ക്. ഇവിടെ നമ്മൾ ഇക്വറ്റോറിയൽ ലൈനാണ് എടുത്തിട്ടുള്ളത് അല്ലെ? ഇക്വറ്റോറിയൽ ലൈനിലുള്ള ഒരു പോയിന്റ് ആണ് ആർ എന്ന് പറയുന്നത് അല്ലെ? അപ്പൊ തീർച്ചയായിട്ടും രണ്ട് സൈഡും അല്ലെ, നമ്മുടെ താഴെയുള്ള ഇക്വറ്റോറിയൽ ലൈൻ ആണെന്നുണ്ടെങ്കിൽ അവിടെ രണ്ടെണ്ണത്തിന്റെ ബേസ് നിങ്ങൾ നോക്കുക അല്ലെ? ബേസിൽ നമ്മൾ എ ആണ് വരുന്നത്. അപ്പൊ അതിന്റെ രണ്ട് സൈഡും എന്തായിരിക്കും? ഇക്വറ്റോറിയൽ ലൈൻ ആണ് എടുത്തത് എന്നുള്ളത് കൊണ്ട് അതിന്റെ ഇരുവശങ്ങളും എന്തായിരിക്കും? എ ആർ ഈസ് ഈക്വൽ ടു ബി ആർ തന്നെ ആയിരിക്കും. ഓക്കെ, അപ്പൊ എ ആർ എന്ന് പറയുന്നത് നമുക്ക് കിട്ടി. നേരത്തെ നമ്മൾ എടുത്തപ്പോൾ നമ്മൾ ഈ ഒരു ഇക്വേഷൻ നമുക്കറിയാം, നമ്മൾ എ ആർ സ്ക്വയർ എന്ന് പറഞ്ഞെടുത്തത് നമുക്ക് കിട്ടിയത് അവസാനം ആർ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ആണ്. അപ്പൊ അതേപോലെ തന്നെ ആയിരിക്കും ഇവിടെ ബി ആർ സ്ക്വയർ എന്ന് പറഞ്ഞ് നമുക്ക് കിട്ടുന്നതും എന്തായിരിക്കും? നമുക്ക് ആർ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ആണ്. ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് ചെറിയൊരു കൺഫ്യൂഷൻ പെട്ടെന്ന് വന്നേക്കാം. പക്ഷെ എന്താണ്, നിങ്ങൾക്ക് ചിന്തിച്ചു കഴിഞ്ഞാൽ അത് മനസ്സിലാവുന്ന കാര്യമാണ്. പിന്നെ അതുപോലെ തന്നെ നിങ്ങളത് ചെയ്തു വരുമ്പോഴും നിങ്ങൾക്കത് മനസ്സിലാവും. ഓക്കെ, E2 എന്ന് പറയുന്നതിന്റെ ഈ ഒരു ഡിസ്റ്റൻസ് ആണ് നമ്മൾ എടുക്കുന്നത്. ഈ ഒരു ഡിസ്റ്റൻസ് ആണല്ലോ ആർ എന്ന് പറയുന്നത് അല്ലെ? ഈ ഒരു ഡിസ്റ്റൻസ് ആണ് ആർ എന്ന് പറയുന്നത്. ഈ ഒരു ഡിസ്റ്റൻസ് ആണ് ആർ എന്ന് പറയുന്നത്. പക്ഷെ ആറ് നമ്മൾ എടുക്കുന്നത് ഇവിടെ എ ആർ ഈസ് ഈക്വൽ ടു ബി ആർ ആയിരിക്കും. അപ്പൊ എ ആർ സ്ക്വയർ എന്ന് പറയുമ്പോൾ ബി ആർ സ്ക്വയറിനോട് ഈക്വൽ ആണ് അല്ലെ? അപ്പൊ എ ആർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടിയത് ആർ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ആണ് കിട്ടിയത്. അപ്പൊ ബി ആർ സ്ക്വയർ എന്ത് തന്നെ ആയിരിക്കും? ആർ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ തന്നെ ആയിരിക്കും. ഓക്കെ,
മനസ്സിലായില്ലേ? അപ്പൊ നമുക്ക് E2 എന്ന് പറയുന്നത് എന്ത് കിട്ടും? നമുക്ക് E2 എന്ന് പറയുന്നത് E2 ഈസ് ഈക്വൽ ടു 1/4πε0 ഇൻറ്റു Q/r² + a² എന്ന് കിട്ടും. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾ E1 നോക്കാം. E1 ഈസ് ഈക്വൽ ടു എത്രയാ? 1/4πε0 ഇൻറ്റു Q/r² + a² ആണ്. E2 എന്ന് പറയുന്നത് എന്താണ്? E2 എന്ന് പറയുന്നത് സെയിം അല്ലേ? E2 ഈസ് ഈക്വൽ ടു 1/4πε0 ഇൻറ്റു Q/r² + a² ആണ് അല്ലെ? അപ്പൊ അങ്ങനെയാണെന്ന് ശരിക്കും പറഞ്ഞു ഇവിടെ സോ ഹിയർ നമുക്ക് പറയാം E1 ഈസ് ഈക്വൽ ടു E2 ആണ് അല്ലെ? ഇനി നമ്മള് ഇവിടെ നിങ്ങൾ ഈ ചിത്രത്തിൽ ഒന്ന് ശ്രദ്ധിക്കുക. ചിത്രത്തിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇവിടെ E1 എന്ന് പറയുന്നതും E2 എന്ന് പറയുന്നതും രണ്ട് വെക്ടേഴ്സ് ആണ് അല്ലെ? ഈ രണ്ട് വെക്ടേഴ്സും രണ്ട് ഡയറക്ഷനിലാണ് ഇലക്ട്രിക് ഫീൽഡ് വരുന്നത്. പിന്നെ നമ്മൾ തന്നെ പറഞ്ഞു ഇവിടെ പക്ഷെ ശരിക്കുമുള്ള ഈ രണ്ടെണ്ണം ഒരു R എന്ന് പറയുന്ന പോയിന്റിൽ ആക്ട് ചെയ്യുമ്പോൾ അവിടെ ആക്ട് ചെയ്യപ്പെടുമ്പോൾ അവിടെ ശരിക്കുള്ള ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ വരാൻ ചാൻസ് ഉള്ളത് ഏത് ഡയറക്ഷനാ? E എന്ന് പറയുന്ന ഡയറക്ഷൻ ആണ് അല്ലേ? പിന്നെ നമ്മൾ ഈ വേറൊരു കാര്യം, നമ്മൾ ഈ ട്രയാങ്കിളിന്റെ ഒരു കോർണറിലുള്ള ആംഗിൾ ആക്കി എടുത്തിട്ടുള്ളത് എത്രയാണ്? ട്രയാങ്കിളിന്റെ ഒരു കോർണറിലുള്ള ഡൈപോളിൽ നിന്നും ഉള്ള ആ ഒരു ആംഗിൾ നമ്മൾ എടുത്തിട്ടുള്ളത് തീറ്റയാണ്. അപ്പോ ഇവിടെ ആംഗിൾ തീറ്റയാണെന്നുണ്ടെങ്കിൽ ഇവിടെയും ആംഗിൾ തീറ്റ ആയിരിക്കും അല്ലെ? അല്ലേ? അതൊക്കെ നമുക്ക് നോർമലി അറിയാവുന്ന കാര്യങ്ങളാണ് അല്ലെ? ഇവിടെ തീറ്റയാണെന്നുണ്ടെങ്കിൽ ഇവിടെയും തീറ്റ ആയിരിക്കും അല്ലെ? പാരലൽ ലൈനായിട്ടില്ല ഞാൻ ഇടുക്കി വരച്ചത് അല്ലെ? പക്ഷെ നമുക്ക് അറിയാം ഇവിടെ തീറ്റയാണെങ്കിൽ ഇവിടെയും തീറ്റ ആയിരിക്കും അല്ലെ? അപ്പൊ അങ്ങനെ ഒരു ഇതിൽ അവിടെ തീറ്റയാണ്. ഓക്കെ. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു AR = BR എന്ന് പറഞ്ഞിരുന്നു അല്ലെ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെയും എന്ത് വരാൻ ചാൻസ് ഉണ്ട്? തീറ്റ വരും അല്ലെ? അവിടെ തീറ്റയാണെന്നുണ്ടെങ്കിൽ ഇവിടെ തീറ്റയാണ്. 1 മിനിറ്റ്. ഇവിടെ തീറ്റയാണെന്നുണ്ടെങ്കിൽ എന്താണ്? ഇവിടെയും തീറ്റയായിരിക്കും അല്ലെ? അവിടെയും തീറ്റ വരും ഇല്ലേ? അവിടെയും തീറ്റ വരും. നമുക്കറിയാം നമ്മളൊരു നമ്മൾ എന്ത് ചെയ്തു? ഒരു ലൈൻ നമ്മൾ വരച്ചു. ഇപ്പൊ നമ്മൾ രണ്ട് പാരലൽ ലൈൻസ് ഇങ്ങനെ വരക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലെ? ഇവിടുത്തെ ആംഗിളും സെയിം ആയിരിക്കും അല്ലെ? അപ്പൊ അതുപോലെ തന്നെ അവിടെ അങ്ങനെ ആംഗിൾ എന്താകും? സെയിം ആയിട്ട് വരും അല്ലെ? ബേസിക് ആയിട്ടുള്ള മാത്സ് ആണ് ഇവിടെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും അല്ലെ? ഓക്കെ. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ എന്താ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോ വെക്ടർ E1 നമ്മൾ കണ്ടു, വെക്ടർ E2 നമുക്കറിയാം അല്ലെ? ചിത്രം നോക്കണേ, ഞാൻ പറയും ചിത്രം നോക്കണം എല്ലാവരും. വെക്ടർ E1 വെക്ടർ E2 ഡയറക്ഷൻ നോക്കുക. നമ്മൾ പറഞ്ഞു അത് രണ്ടിന്റെയും ഡയറക്ഷൻ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ശരിക്കും അവിടെ R എന്ന് പറയുന്ന പോയിന്റിൽ ആക്ട് ചെയ്യപ്പെടുന്ന ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ ചിത്രത്തിൽ കാണിച്ച ഈ ഒരു ഡയറക്ഷനിലായിരിക്കും അല്ലെ? ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത്. അപ്പോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ E1 E2 എന്താണ്? വെക്ടേഴ്സ് ആണ്. അപ്പൊ അത് റിസോൾവ് ചെയ്ത് കഴിഞ്ഞാല്, ഞാൻ ഒന്നുകൂടി പറയാണ്, E1 E2 നമ്മൾ റിസോൾവ് ചെയ്ത് കഴിഞ്ഞാല് അതിന്റെ E എന്ന് പറയുന്ന ആ ഒരു ഡയറക്ഷനിൽ വരുന്ന കമ്പോണൻസുകൾ ഏതാണെന്ന് നമുക്ക് നോക്കാം. എന്നിട്ട് റിസോൾവ് ചെയ്തിട്ട് E1 E2 റിസോൾവ് ചെയ്തിട്ട് എങ്ങനെയൊക്കെ നമുക്ക് ഈ എന്ന് പറയുന്ന ഇലക്ട്രിക് ഫീൽഡിൽ അവിടെ ഏതൊക്കെയാണ് ശരിക്കും അവിടെ ഇഫക്റ്റിൽ വരുന്ന കമ്പോണൻസ് എന്ന് നമുക്ക് നോക്കാം. കാരണം E1 E2 എന്താണ്? വെക്ടേഴ്സ് ആണ്. ഓക്കെ. പിന്നെ ഇന്റെ ഡയറക്ഷൻ എങ്ങോട്ടാണ്? ഈ ഒരു സൈഡൊക്കെ ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാം? നമ്മളിവിടെ E1 E2 നമുക്കൊന്ന് റിസോൾവ് ചെയ്ത് നോക്കാം. അപ്പൊ E1 നമ്മൾ റിസോൾവ് ചെയ്തു. E1 നമുക്ക് റിസോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെ കിട്ടും? താഴത്തോട്ട് E1 sin θ കിട്ടും അല്ലെ? ഇനി ഇന്റെ സൈഡിലേക്ക് നമുക്ക് ഏത് കിട്ടും? E1 cos θ കിട്ടും അല്ലെ? വെക്ടർ ഇന്റെ സൈഡിലേക്ക് നമുക്ക് E1 cos θ കിട്ടുന്നുണ്ട്. ഇനി നമ്മൾ E2 റിസോൾവ് ചെയ്ത് കഴിഞ്ഞാലോ? E2 റിസോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മുകളിലേക്ക് നമുക്ക് E2 sin θ കിട്ടും. വെക്ടർ ഇന്റെ സൈഡിലേക്ക് നമുക്ക് E2 cos θ എന്ന് കിട്ടുന്നുണ്ട് അല്ലെ? അപ്പൊ നിങ്ങൾ ഈ രണ്ടെണ്ണത്തിന്റെയും ചിത്രം ഒന്ന് നോക്കുക. ചിത്രം നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇവിടെ y കമ്പോണൻസ് ആകുന്ന E1 sin θയും
E2 സൈൻ തീറ്റയും. അത് രണ്ടും എന്താണ്? നമുക്ക് ഒരു കാര്യം നമ്മള് നേരത്തെ നമ്മൾ കണ്ടു. എന്താണത്? E1 ഈസ് ഈക്വൽ ടു E2 ആണല്ലേ? അത് നമ്മൾ കണ്ടെത്തിയ കാര്യമാണ്. E1 ഈസ് ഈക്വൽ ടു E2 ആണെന്നുള്ളത്. അപ്പൊ ഇവിടെ E1 സൈൻ തീറ്റ താഴോട്ടും E2 സൈൻ തീറ്റ മുകളോട്ടും. രണ്ടെണ്ണത്തിന്റെ മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്. E1 E2 ഈക്വൽ ആണ്. പിന്നെ തീറ്റ എന്ന് പറയുന്നത് രണ്ടും ഈക്വൽ ആണ്. അപ്പൊ അതിനർത്ഥം E1 സൈൻ തീറ്റയും E2 സൈൻ തീറ്റയും പരസ്പരം ക്യാൻസൽ ചെയ്ത് പോകൂലേ? ഒന്ന് മുകളിലേക്ക് താഴത്ത് പോകുമ്പോൾ ഇത് രണ്ടും എന്ത് ചെയ്യും? ക്യാൻസൽ ചെയ്ത് പോകും. ഓക്കെ, അപ്പൊ y കമ്പോണൻസ് എന്ത് ചെയ്യും? ക്യാൻസൽ ചെയ്തിട്ട് പോകും. ഓക്കെ, ഇനി പിന്നെ ഈന്റെ ഡയറക്ഷനിലുള്ള രണ്ട് കമ്പോണൻസ് എന്ന് പറയുന്നത് E1 കോസ് തീറ്റയും E2 കോസ് തീറ്റയും ആണ് അല്ലെ? അപ്പൊ നമുക്ക് എന്ത് ചെയ്താൽ മതി? അപ്പൊ ശരിക്കും പറഞ്ഞ നമുക്ക് ശരിക്കും ഇവിടെ ഉള്ള റിസൾട്ടന്റ് ഇലക്ട്രിക് ഫീൽഡ് E എന്ന് പറയുന്നത് അത് എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത്? അത് E1 കോസ് തീറ്റ കൊണ്ടും E2 കോസ് തീറ്റ കൊണ്ടുമാണ് ഇവിടെയുള്ള റിസൾട്ടന്റ് ഫീൽഡ് ഉണ്ടാകുന്നത്. ഓക്കെ, അപ്പൊ റിസൾട്ടന്റ് ഫീൽഡ് E1 കോസ് തീറ്റ കൊണ്ടും E2 കോസ് തീറ്റ കൊണ്ടും ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? റിസൾട്ടന്റ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് റിസൾട്ടന്റ് ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഈക്വൽ ടു E1 കോസ് തീറ്റ പ്ലസ് E2 കോസ് തീറ്റ എന്ന് എഴുതാം. ഓക്കെ, അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഇപ്പൊ എന്താ നടന്നത്? y component being equal and opposite get cancel each other, so the resultant field is due to the x components അല്ലേ? ഓക്കെ, സോ ഇവിടെയുള്ള റിസൾട്ടന്റ് ഫീൽഡ് E എന്ന് പറയുന്നത് E1 കോസ് തീറ്റ പ്ലസ് E2 കോസ് തീറ്റയാണ്. ഇനി ഇവിടെയുള്ള E1 ഉം E2 ഉം ഈക്വൽ ആണെന്ന് നമുക്കറിയാം അല്ലെ? അപ്പൊ നമുക്ക് ഇതിനെ 2E1 കോസ് തീറ്റ എന്ന് എഴുതിക്കൂടെ? രണ്ടും ആഡപ്പ് ചെയ്യുമ്പോൾ 2E1 കോസ് തീറ്റ എന്ന് എഴുതാം. 2 ഇൻറ്റു E1 എത്രയാ? 1/4πε0 ഇൻറ്റു Q ഡിവൈഡഡ് ബൈ R² പ്ലസ് A² ആണല്ലേ? ഇൻറ്റു കോസ് തീറ്റ അല്ലെ? ഇനി കോസ് തീറ്റ നമുക്ക് നമ്മളുടെ ഈ ഒരു പിക്ചറിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? കോസ് തീറ്റ കണ്ടെത്തണം. എന്നിട്ട് നമ്മളവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ് വേണ്ടത്. കോസ് തീറ്റ നമ്മൾ കണ്ടെത്താന് നിങ്ങൾ ഏതെങ്കിലും ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ കൺസിഡർ ചെയ്യുക കേട്ടോ. ഇതിലുള്ള ഏതെങ്കിലും ഈ ഒരു ട്രയാംഗിളിലെ ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ കൺസിഡർ ചെയ്യുക. അപ്പൊ കോസ് തീറ്റ എങ്ങനെയായിരിക്കും? കോസ് തീറ്റ എന്ത് കിട്ടും? കോസ് തീറ്റ ഈസ് ഈക്വൽ ടു A അല്ലെ? അഡ്ജസന്റ് സൈഡ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടനീസ് ആണല്ലോ. അപ്പോ കോസ് തീറ്റ ഇപ്പൊ നിങ്ങൾ കൺസിഡർ ചെയ്യുന്ന ട്രയാംഗിള് ഏതെന്നെ ആയിക്കോട്ടെ, ഏതാണ് റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ഏതെന്നെ ആയിക്കോട്ടെ, എന്ത് കിട്ടും? കോസ് തീറ്റ ഈസ് ഈക്വൽ ടു A ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടനീസ് എത്രയാ? ഹൈപ്പോട്ടനീസ് ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് R² പ്ലസ് A² അല്ലേ സ്ക്വയർ വന്നിരുന്നത് അല്ലെ? സ്ക്വയർ റൂട്ട് ഓഫ് R² പ്ലസ് A² ആണ് നമുക്ക് എന്ത് R² പ്ലസ് A² ആണ് നമുക്ക് എന്ത് കിട്ടിയിരുന്നത്? ഇവിടെ ഹൈപ്പോട്ടനീസ് കിട്ടിയിരുന്നത് അല്ലെ? AR ഉം PR ഉം നമ്മൾ എത്രയാണെന്നാലും എടുത്തിരുന്നത്. അപ്പൊ കോസ് തീറ്റ ഈസ് ഈക്വൽ ടു A ഡിവൈഡഡ് ബൈ R² പ്ലസ് A² ഓൾ റേസ്ഡ് ടു 1/2 എന്ന് കിട്ടും. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യുക? ഈ കോസ് തീറ്റ നമ്മൾ ഈ ഒരു ഇക്വേഷൻ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? E is equal to 2Q divided by 4πε0 into 1/R plus A² 1/R² plus A² into A divided by R² plus A² all is to 1/2 നമ്മൾ കോസ് തീറ്റയോട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് ഡിനോമിനേറ്റർ പാർട്ടിലെ R² plus A² into R² plus A² all is to 1/2 ഉണ്ടല്ലോ. അതിന് നമുക്ക് R² plus A² all is to 3/2 എഴുതിക്കൂടെ അല്ലെ? അത് നമുക്ക് R² plus A² all is to 3/2 എഴുതാം അല്ലെ? ഇനി പിന്നെ ബാക്കിയുള്ളത് ഇൻറ്റു 2QA ഡിവൈഡഡ് ബൈ 4πε0 അല്ലെ? ഇവിടെ 2QA എന്താ? നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ്? Q ഇൻറ്റു 2 എന്താ? ഡൈപോൾ മൊമെന്റ് ആണ് അല്ലെ? ഡൈപോൾ മൊമെന്റ് ആണ് Q ഇൻറ്റു 2A എന്ന് പറയുന്നത്. അപ്പൊ P ഈസ് ഈക്വൽ ടു 2QA ആണ്. അപ്പൊ നമുക്ക് P നമുക്ക് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടാവും അല്ലെ? ന്യൂമറേറ്റർ പാർട്ടിൽ നമുക്ക് ഡൈപോൾ മൊമെന്റ് P നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും. ഇനി നമ്മൾ കഴിഞ്ഞ ഡെറിവേഷൻ നമ്മൾ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ പിക്ചറിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവുന്നുണ്ട്. പിക്ചറിൽ നോക്ക്, ആറിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ A എന്ന് പറയുന്നത് വളരെ ചെറിയൊരു മെഷറാണ് അല്ലെ? ആറും A ആണ് നോക്കേണ്ടത്. ആറിനെ വെച്ച് നോക്കുമ്പോൾ A എന്ന് പറയുന്നത് അത്ര തന്നെ വലുപ്പമില്ല. അപ്പൊ അതുകൊണ്ട് നമുക്ക് പിന്നെ R² A² എന്ന് പറയുമ്പോൾ A² എന്ത് ചെയ്യും? ഒന്നുകൂടി ഒന്ന് ചെറുതാകും അല്ലെ? അപ്പൊ നമുക്ക് A² നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ നമുക്ക് നെഗ്ലക്ട് ചെയ്യാം. അപ്പൊ നമ്മൾ A² നമുക്ക് എന്ത് ചെയ്യാം? നമ്മൾ നെഗ്ലക്ട് ചെയ്തിട്ട് R² പ്ലസ് A² എന്നുള്ളിടത്ത് നമുക്ക് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു R² തന്നെ ഇട്ട് കൊടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോ 1/4πε0 ഇൻറ്റു
2Qന്റെ അവിടെ നമുക്ക് എന്ത് ഇട്ട് കൊടുക്കാം, പി എന്ന് ഇട്ട് കൊടുക്കാം. പി ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ ഓൾ റേസ് ടു 3/2 അല്ലെ. പിന്നെ ആർ സ്ക്വയർ എന്നുള്ളിടത്ത് സ്ക്വയറും പിന്നെ 2 നമുക്ക് കട്ട് ചെയ്തിട്ട് നമുക്ക് എന്ത് കിട്ടും, r³ എന്ന് കിട്ടും അല്ലെ. അപ്പൊ നമുക്ക് ഇവിടെ എന്തിപ്പോ കിട്ടിയത്, ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു എ ഡൈപോൾ അറ്റ് എ പോയിന്റ് ഓൺ ദി ഇക്വറ്റോറിയൽ ലൈൻ ഈസ് ഈക്വൽ ടു 1/4πε0 ഇൻറ്റു പി ഡിവൈഡഡ് ബൈ r³ എന്ന് നമുക്ക് ഇവിടെ കിട്ടി. ഓക്കെ, so electric field due to a dipole at a point on the equatorial line E is equal to 1/4πε0 into p/r³ എന്ന് കിട്ടി. അപ്പോ നമ്മളിപ്പോ രണ്ട് കേസുകൾ നമ്മൾ ഇവിടെ പഠിച്ചു. ഏതൊക്കെയാണ്? ഒന്ന് ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു എ ഡൈപോൾ അറ്റ് എ പോയിന്റ് ഓൺ ദ ആക്സിയൽ ലൈനും, രണ്ടാമത്തേത് ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു എ ഡൈപോൾ അറ്റ് എ പോയിന്റ് ഓൺ ദ ഇക്വറ്റോറിയൽ ലൈൻ. ഈ രണ്ടെണ്ണം നമ്മളിപ്പോ ഇവിടെ പഠിച്ചു. രണ്ടെണ്ണത്തിലൂടെ നമ്മളിപ്പോ എന്താ പഠിച്ചത്? ഒരു ഡൈപോൾ നമ്മൾ എവിടെയെങ്കിലും പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഡൈപോളിന് ചുറ്റും ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാകും. ആ ഇലക്ട്രിക് ഫീൽഡ് ആക്സിയൽ ലൈനിലുള്ള ഒരു പോയിന്റിലാണെന്നുണ്ടെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് എത്രയാണ്, ഇക്വറ്റോറിയൽ ലൈനിലുള്ള ഒരു പോയിന്റിലാണെന്നുണ്ടെങ്കിൽ അവിടെയുള്ള ഇലക്ട്രിക് ഫീൽഡ്, ഡൈപോൾ മുഖാന്തരം ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് എത്രയാണെന്നാണ് നമ്മൾ ഈ രണ്ട് കേസുകളിലായിട്ട് നമ്മൾ പഠിച്ചത്. അപ്പോൾ ബേസിക്കലി നമ്മൾ ഒരു ഡൈപോൾ കൊണ്ടുണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് എത്രയാണെന്നുള്ളത് നമ്മൾ ഈ രണ്ട് കേസുകളിലായിട്ട് നമ്മൾ പഠിച്ചു. ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനുള്ളത് വേറെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു ടോപ്പിക്കാണ്. ഇലക്ട്രിക് ഡൈപോൾ ആയിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു ടോപ്പിക്കാണ് ഡൈപോൾ ഇൻ എ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ്. എന്താണ്? ഡൈപോൾ ഇൻ എ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ്. ഒരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്. ആ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിൽ നമ്മളൊരു ഡൈപോളിൽ നമ്മൾ കൊണ്ടുപോയിട്ട് നമ്മൾ പ്ലേസ് ചെയ്യാണ്. ഡൈപോൾ നമ്മൾ കൊണ്ടുപോയി പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഡൈപോൾ നമ്മൾ പ്ലേസ് ചെയ്ത് കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാൽ ആ ഡൈപോളിന് എന്താണ് സംഭവിക്കുക എന്നുള്ളതാണ് ഈ ഒരു ഭാഗത്ത് നമ്മൾ നോക്കുന്നത്. ഓക്കെ, സോ ഡൈപോൾ ഇൻ എ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ്, ഡൈപോളിന് എന്താണ് സംഭവിക്കുക എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പൊ ഒരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്. ഒരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ഡയറക്ഷൻ എപ്പോഴും എങ്ങനെയായിരിക്കും? പോസിറ്റീവ് ചാർജ് ടു നെഗറ്റീവ് ചാർജ് അല്ലെ. അപ്പൊ ഒരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്. ആ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിൽ നമ്മൾ കൊണ്ടുപോയിട്ട് നമ്മളൊരു ഡൈപോൾ കൊണ്ടുപോയി പ്ലേസ് ചെയ്തു. ഡൈപോൾ എന്താണ്? -q + q 2l ലെങ്ത് ഉള്ള ഒരു ഡൈപോൾ നമ്മൾ കൊണ്ടുപോയിട്ട് നമ്മൾ പ്ലേസ് ചെയ്യാണ്. പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എന്തുണ്ടായിരിക്കും? ഒരു ഡൈപോളിന്റെ +q നിന്നും ഒരു ഫോഴ്സ് അല്ലെ, +q സൈഡിൽ നിന്നും ഒരു ഫോഴ്സ് ഉണ്ടായിരിക്കും അല്ലെ, -q സൈഡിൽ നിന്നും ഒരു ഫോഴ്സ് ഉണ്ടായിരിക്കും അല്ലെ. നിങ്ങൾ ഈ ഫോഴ്സിന്റെ ഇക്വേഷൻ നമ്മൾ കൊടുത്തിരിക്കുന്നത് QE ആണ്. നമ്മൾ വിചാരിക്കുന്നത് എങ്ങനെയാണ് ഈ QE എന്ന് പറയുന്നത്? QE എന്തുകൊണ്ട്, എങ്ങനെയാ ചാർജിൽ നിന്നുള്ള ഫോഴ്സ് എന്തുകൊണ്ടാണ് നമ്മൾ QE എഴുതണമെന്ന് നിങ്ങൾ വിചാരിക്കണ്ടാവും. നമ്മൾ ഇലക്ട്രിക് റൈറ്റ് സൈഡിൽ നോക്കണേ. നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് ഫീൽഡ് അല്ലെങ്കിൽ ഇലക്ട്രിക് ഫീൽഡിന്റെ ഇക്വേഷൻ നമ്മൾ എത്രയാ കണ്ടെത്തിയിരുന്നത്? ഇലക്ട്രിക് ഫീൽഡ് E ഈസ് ഈക്വൽ ടു F/Q ആണല്ലേ. അല്ലെ, ഇലക്ട്രിക് ഫീൽഡിന്റെ ഇക്വേഷൻ എന്താണ്? F/Q ആണ്. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഫോഴ്സിന്റെ ഇക്വേഷൻ F ഈസ് ഈക്വൽ ടു EQ ആവൂലെ അല്ലെ. അപ്പൊ ഒരു ചാർജ് കൊണ്ട് ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡിന്റെ ഇക്വേഷൻ, ചാർജ് കൊണ്ട് ഉണ്ടാകുന്ന ഫോഴ്സ്, ചാർജിന്റെ അവിടെ ഉണ്ടാകുന്ന ഫോഴ്സിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് F ഈസ് ഈക്വൽ ടു EQ ആണ്. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് പറഞ്ഞത് നമ്മുടെ +q എന്ന് ഡൈപോളിലുള്ള +qന്റെ അവിടെ നിന്ന് നമുക്ക് +QE എന്ന് പറയുന്ന ഒരു ഫോഴ്സും -qന്റെ അവിടെ നിന്ന് -QE എന്ന് പറയുന്ന ഒരു ഫോഴ്സും ഉണ്ടാകും. ഇനി അതിന്റെ ഡയറക്ഷൻ എങ്ങനെയാ? ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് പോസിറ്റീവ് ചാർജ് ടു നെഗറ്റീവ് ചാർജ് ആണ്. അപ്പൊ നെഗറ്റീവ് ചാർജിന്റെ ആ സൈഡൊക്കെ ആയിരിക്കും +QE എന്ന് പറയുന്ന ഫോഴ്സ്. ഇനി പോസിറ്റീവ് ചാർജിന്റെ സൈഡൊക്കെ ആവും -QE എന്ന് പറയുന്ന ഫോഴ്സ്. ഓക്കെ, അപ്പൊ അങ്ങനെ എന്താണ്? രണ്ട് ഫോഴ്സുകൾ അല്ലെ, +Qന്റെ അവിടെയും ഫോഴ്സ് ഉണ്ടാകും, -Qന്റെ അവിടെയും ഡൈപോളിൽ ഒരു ഫോഴ്സ് ഉണ്ടാകും. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഡൈപോളിന്റെ മേലിൽ ആക്ട് ചെയ്യപ്പെടുന്ന ടോട്ടൽ ഫോഴ്സ് എത്രയാ? ടോട്ടൽ ഫോഴ്സ് ഈസ് ഈക്വൽ ടു QE അല്ലെ, QE EQ അല്ലെ, EQ ആണെങ്കിലും Q ആണെങ്കിലും EQ പ്ലസ് മൈനസ് QE പ്ലസ് രണ്ട് ഫോഴ്സും ആഡ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ ആഡ് ചെയ്യുമ്പോൾ QE പ്ലസ് -QE എന്ന് വരും
അപ്പൊ ശരിക്കും പറഞ്ഞാൽ ക്യു ഇ മൈനസ് ക്യു ഇ തന്നെയാണ് വരിക. ഈ ക്യു ഇ ക്യു മൈനസ് ഇ ക്യു ഈസ് ഈക്വൽ ടു എന്താ കിട്ടുക? 0 എന്ന് കിട്ടൂലേ? അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഡൈപോളിന്റെ മേലില് ആക്ട് ചെയ്യപ്പെടുന്ന ടോട്ടൽ ഫോഴ്സ് നമുക്ക് എത്രയാണ് കിട്ടിയത്? 0 ആണെന്നാണ് കിട്ടുക. 0 ആണ് കിട്ടുക. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇവിടെ നോക്കാം, ക്യു ഇ അല്ലെ പ്ലസ് ക്യു ഇ പ്ലസ് പിന്നെന്താണ് മൈനസ് ക്യു ഇ അല്ലെ, രണ്ട് ഫോഴ്സുകളാണ്. അപ്പൊ ക്യു ഇ പ്ലസ് ഇതാകുമ്പോ ക്യു ഇ മൈനസ് ക്യു ഇ എത്രയാണ്? ഇസിക്കൽ ടു 0 ആണ്. അപ്പൊ ടോട്ടൽ ഫോഴ്സ് എത്രയാണ്? 0 ആണ് കിട്ടുക. ഓക്കെ, അപ്പൊ ടോട്ടൽ ഫോഴ്സ് നമുക്ക് 0 കിട്ടും. ഇനി അപ്പോ ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. നിങ്ങൾ ഈ ചിത്രം തന്നെ ശ്രദ്ധിക്കട്ടോ. ചിത്രം നിങ്ങൾ നോക്കാം. പ്ലസ് ക്യൂന്റെ സൈഡില് മോളിക്കൊരു ഫോഴ്സ് ഉണ്ട്, മൈനസ് ക്യൂന്റെ സൈഡില് താഴത്തേക്ക് ഒരു ഫോഴ്സ് ഉണ്ട്. അപ്പൊ ശരിക്കും പറഞ്ഞാല് ഡൈപോൾ ഇങ്ങനെ മോളിക്ക് പോവും, താഴത്തേക്ക് ഡൈപോളിന്റെ പ്ലസ് ക്യൂ സൈഡ് മോളിക്ക് പോവും, മൈനസ് ക്യൂ സൈഡ് താഴത്തേക്ക് വരും അല്ലെ? എങ്ങനെയാണ്? ഡൈപോളിന്റെ ഈ സൈഡ് മോളിക്ക് പോവും, ഈ സൈഡ് താഴത്തേക്ക് വരും അല്ലെ? അപ്പൊ അങ്ങനെ ഒരു ശരിക്കും പറഞ്ഞാൽ ഈ ഫോഴ്സ് കൊണ്ട് അവിടെ എന്താണ്, നെറ്റ് ഫോഴ്സ് അവിടെ 0 ആയിട്ട് പോകുന്നുണ്ടെങ്കിലും ഈ ഫോഴ്സ് കൊണ്ട് അവിടെ ഒരു റൊട്ടേറ്റിംഗ് ഇഫക്റ്റ് ഉണ്ടാകുന്നുണ്ട് അല്ലെ? പ്ലസ് ക്യൂ സൈഡ് മുകളിലേക്ക് പോവും, മൈനസ് ക്യൂ സൈഡ് താഴത്തേക്ക് വരും. അപ്പൊ അവിടെ ഒരു ഡൈപോളിന് മേലിൽ എന്തുണ്ടാകുന്നുണ്ട്? ഒരു റൊട്ടേറ്റിംഗ് ഇഫക്റ്റ് ഉണ്ടാകുന്നുണ്ട്. ഈ റൊട്ടേറ്റിംഗ് ഇഫക്റ്റിനെയാണ് നമ്മൾ ടോർക്ക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ഇവിടെ മനസ്സിലായത്? ദീസ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സസ് അല്ലെ? ഫോഴ്സസ് എന്താണ്? രണ്ടും ഈക്വൽ ആണ്, ഈക്വൽ മാഗ്നിറ്റ്യൂഡ് ആണ്. പക്ഷെ ഓപ്പോസിറ്റ് ചാർജഡ് ആണെന്നുള്ളൂ അല്ലെ? അപ്പൊ ഓപ്പോസിറ്റ് ഫോഴ്സസ് ആണ്, ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സസ് ആണ് അല്ലെ? അപ്പൊ ഈ ഒരു ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സസ് കൊണ്ട് ഈ ഡൈപോളിന്റെ മേലിൽ ഒരു റൊട്ടേറ്റിംഗ് ഇഫക്റ്റ് ടോർക്ക് ഉണ്ടാകുന്നുണ്ട്. ആ റൊട്ടേറ്റിംഗ് ഇഫക്റ്റിനെയാണ് നമ്മൾ ടോർക്ക് എന്ന് പറയുന്നത്. ഒരു റൊട്ടേറ്റിംഗ് ഇഫക്റ്റ് ടോർക്ക് ഡൈപോളിന്റെ മേലിൽ ഇവിടെ ഉണ്ടാകുന്നതായിട്ട് നമുക്ക് മനസ്സിലായി അല്ലെ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ ടോർക്ക് കണ്ടെത്തണ്ടേ അല്ലെ? ആ ടോർക്കിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ടോർക്ക് ഈസ് ഈക്വൽ ടു വൺ ഓഫ് ദി ഫോഴ്സസ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം ആണ്. എന്താണ് ടോർക്ക് എന്ന് പറയുന്നത്? വൺ ഓഫ് ദി ഫോഴ്സസ്, രണ്ട് ഫോഴ്സ് സെയിം ആണല്ലേ, ക്യു ഇ ആണ്. അപ്പൊ അതിലുള്ള വൺ ഓഫ് ദി ഫോഴ്സസ്, ഒരു ഫോഴ്സ് ഇൻറ്റു ആ രണ്ട് ഫോഴ്സുകളും തമ്മിലുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. ചിത്രത്തിൽ നോക്കിക്കേ, ഇവിടെ രണ്ട് ഫോഴ്സുകളും തമ്മിലുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എത്രയാ? എ സി അല്ലേ? എ സി അല്ലേ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്? അപ്പോ അതിലുള്ള വൺ ഓഫ് ദി ഫോഴ്സസ് എന്ന് പറയുന്നത് ഇ ക്യു ആണ്. ഇ ക്യു ഇൻറ്റു എ സി എന്ന് കൊടുക്കാൻ പറ്റും അല്ലെ? ഇ ക്യു ഇൻറ്റു എ സി എന്ന് കൊടുത്തു. ഇനി നമുക്ക് എ സി കണ്ടെത്തണ്ടേ? എ സി കണ്ടെത്താൻ വേണ്ടിയിട്ടേ ഈ ഡൈപോള് ഒരു ഇലക്ട്രിക് ഫീൽഡുമായിട്ട് ഒരു തീറ്റ ആംഗിളിലാണ് നമ്മൾ പ്ലേസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഒരു തീറ്റ ആംഗിളിലാണ്. ചിത്രം നോക്കണേ, ഞാൻ പറയുന്ന ചിത്രം നോക്കണം. ഇലക്ട്രിക് ഫീൽഡുമായിട്ട് ഒരു തീറ്റ ആംഗിളിലാണ് ഇലക്ട്രിക് ഡൈപോളിൽ പ്ലേസ് ചെയ്തിട്ടുള്ളത്. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ തീറ്റ ഉണ്ട് അവിടെ, മുകളില് 2a ഉണ്ട്. അപ്പൊ അങ്ങനെയാണ് നമുക്ക് ഈസി ആയിട്ട് നമുക്ക് എ സി കണ്ടെത്തിക്കൂടെ? എ സി എന്ന് പറയുന്നത് തീറ്റയുടെ ഓപ്പോസിറ്റ് സൈഡ് ആണ് അല്ലെ? അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് സൈൻ തീറ്റ കണ്ടാൽ നമുക്ക് എന്ത് കിട്ടും? എ സി കിട്ടും. പിന്നെ ഹൈപ്പോട്ടനീസിന്റെ അവിടെ നമുക്ക് 2a അവിടെ കിട്ടുന്നുണ്ട്, 2 അവിടെ ഉണ്ട് എന്നും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? സൈൻ തീറ്റ എന്ന് പറയുന്നത്, സൈൻ തീറ്റ എടുത്ത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എ സി നമുക്ക് പെട്ടെന്ന് കണ്ടെത്താൻ പറ്റും. അപ്പൊ സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു എന്താണ്? സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനീസ് ആണ്. ഓപ്പോസിറ്റ് സൈഡ് എ സി ആണ്, ഹൈപ്പോട്ടനീസ് 2a ആണ്. അപ്പൊ സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു എ സി ഡിവൈഡഡ് ബൈ 2a അല്ലെ? അങ്ങനെയാണെങ്കിൽ എ സി എന്ന് പറയുന്നതോ, എ സി എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു 2a സൈൻ തീറ്റ. നമ്മൾ കൊണ്ടുപോയിട്ട് എ സിന്റെ അവിടെ നമ്മൾ 2a സൈൻ തീറ്റ നമ്മൾ കൊണ്ടുപോയിട്ട് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും അല്ലെ? ഇനി നിങ്ങൾ ഇ ക്യു ഇൻറ്റു 2a സൈൻ തീറ്റ അതിലങ്ങോട്ട് നോക്കിക്കല്, ക്യൂ ഉണ്ട്, ക്യൂ ഇൻറ്റു 2a എന്ന് പറയുന്നുണ്ട്. എന്താണ് ക്യൂ ഇൻറ്റു 2a? ഡൈപോൾ മൊമെന്റ് അല്ലേ? ക്യൂ ഇൻറ്റു 2a എന്താണ്? ഡൈപോൾ മൊമെന്റ് ആണല്ലേ? അപ്പൊ നമുക്ക് എങ്ങനെ കൊടുക്കാം? ഇ ഇൻറ്റു പി ഇൻറ്റു സൈൻ തീറ്റ എന്ന് കൊടുക്കാം അല്ലെ? ഇ ഇൻറ്റു പി ഇൻറ്റു സൈൻ തീറ്റ എന്ന് കൊടുക്കാം. അങ്ങനെയാണ് ഇ പി സൈൻ തീറ്റ എന്നാണെന്നുണ്ടെങ്കിൽ
ടോർക്ക് ഈസ് ഈക്വൽ ടു വെക്ടർ പി ക്രോസ് വെക്ടർ ഇനി എഴുതിക്കൂടെ ഇ പി സൈൻ തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? അതൊരു ക്രോസ് പ്രോഡക്റ്റ് ആണ്. അല്ലെ, ഇന്റെയും പിന്റെയും ഇടയിൽ ഒരു ക്രോസ് പ്രോഡക്റ്റ് ആണ് നടക്കുന്നത്. അപ്പൊ നമുക്ക് ടോർക്ക് ഈസ് ഈക്വൽ ടു വെക്ടർ പി ക്രോസ് വെക്ടർ ഇ എന്ന് കൊടുക്കാം. അപ്പൊ ടോർക്ക് എന്ന് പറയുന്നത് ഡൈപോൾ മൊമെന്റിന്റെയും ഇലക്ട്രിക് ഫീൽഡിന്റെയും ഒരു ക്രോസ് പ്രോഡക്റ്റ് ആണ് ടോർക്ക് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഇക്വേഷന് ഓർത്തിരിക്കണം കേട്ടോ. ഇക്വേഷൻ ഒരിക്കലും മാർക്ക് ചെയ്ത് ടോർക്ക് ഈസ് ഈക്വൽ ടു വെക്ടർ പി ക്രോസ് വെക്ടർ ഇ ആണ്, പി ഇ സൈൻ തീറ്റ ആണ് എന്നുള്ളത് മറക്കരുത് കേട്ടോ, ടോർക്കിന്റെ ഇക്വേഷൻ. ഓക്കെ, നിങ്ങൾക്ക് ഈ ഭാഗം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി ഈ ടോർക്കിന്റെ നമ്മൾ പറയുമ്പോൾ നമ്മൾ ഇവിടെയുള്ള കുറച്ച് സ്പെഷ്യൽ കേസ് കൂടി നമ്മൾ മനസ്സിലാക്കി വെക്കണം. ഓക്കെ, സ്പെഷ്യൽ കേസ് എന്ന് പറയുമ്പോൾ ഇപ്പൊ നമ്മൾ ഇവിടെ എടുത്ത തീറ്റ നമ്മൾ 0 ആണെന്ന് ഇരിക്കട്ടെ. തീറ്റ എന്ന് പറയുന്നത് 0 ആണ്. തീറ്റ 0 ആണെന്നുണ്ടെങ്കിൽ എങ്ങനെ കിട്ടും നമുക്ക്? തീറ്റ 0 ആണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ടോർക്ക് ഈസ് ഈക്വൽ ടു പി ഇ സൈൻ തീറ്റ ആണ് അല്ലെ. അപ്പോൾ തീറ്റ 0 ആണെന്നുണ്ടെങ്കിൽ പി ഇ സൈൻ 0 എന്ന് കിട്ടും. സൈൻ 0 എന്താണ്? 0 അല്ലേ. അപ്പൊ ടോർക്ക് എന്തായിട്ട് പോകും? 0 ആയിട്ട് പോകും അല്ലെ. ടോർക്ക് എന്താകും? 0 ആയിട്ട് പോകും. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങനെ പോകുന്നുണ്ടെങ്കിൽ നമ്മൾ ഡൈപോള് നമ്മൾ വെക്കുന്നത് ഇങ്ങനെ, ഡൈപോള് നമ്മൾ ഇങ്ങനെയാണ് പ്ലേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടുത്തെ ആംഗിൾ എന്താണ്? 0 ഡിഗ്രി ആണ് അല്ലെ. 0 ഡിഗ്രി ആവുമ്പോൾ ഇങ്ങനെയാണ് വരിക. നമ്മൾ ഡൈപോള് നമ്മൾ ഇങ്ങനെയാണ് നമ്മൾ പ്ലേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ ടോർക്ക് എന്തായിരിക്കും? ടോർക്ക് 0 ആണ്. അവിടെ ഒരു ടോർക്കും അവിടെ ഉണ്ടാവില്ല. ഓക്കെ, നേരെ മറിച്ച് അടുത്ത കേസ് നോക്കാം. തീറ്റ ഈസ് ഇക്വൽ ടു 90 ഡിഗ്രി. തീറ്റ എന്ന് പറയുന്നത് 90 ഡിഗ്രി ആകുമ്പോൾ ടോർക്കിന്റെ ഇക്വേഷൻ എന്താ? പി ഇ സൈൻ തീറ്റ ആണ് അല്ലെ. അപ്പൊ ഈസ് ഈക്വൽ ടു പി ഇ സൈൻ 90 ഡിഗ്രി. സൈൻ 90 ഡിഗ്രി 1 ആണല്ലേ. അപ്പൊ നമുക്ക് പി ഇ എന്ന് കിട്ടും. ടോർക്ക് ഈസ് ഈക്വൽ ടു പി ഇ. അപ്പൊ ശരിക്കും ടോർക്ക് ഈസ് ഈക്വൽ ടു പി ഇ എന്ന് കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ അടുത്ത് എന്താണ്? മാക്സിമം ടോർക്കാണ്. ടോർക്ക് ഈസ് ഈക്വൽ ടു പി ഇ എന്ന് പറയുമ്പോൾ മാക്സിമം, ടോർക്ക് ഈസ് ഈക്വൽ ടു പി എന്ന് പറയുമ്പോൾ മാക്സിമം ടോർക്കാണ്. അപ്പൊ മാക്സിമം ടോർക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിനൊരു പെർപെൻഡിക്കുലർ ആയിട്ട് വേണം നമ്മൾ എന്ത് വെക്കാന്? പെർപെൻഡിക്കുലർ ആയിട്ട് നമ്മൾ ഡൈപോള് നമ്മൾ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ മാക്സിമം ടോർക്ക് പി ഇ ആയിരിക്കും. മാക്സിമം ടോർക്ക് ഉണ്ടാകും, അല്ലെങ്കിൽ മാക്സിമം റൊട്ടേറ്റിംഗ് ഇഫക്റ്റ് നല്ല രീതിയിൽ എന്ത് ചെയ്യും? അത് മാക്സിമം അങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കും ആ ഒരു ഡൈപോൾ, ആ ഒരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിൽ കിടന്നിട്ട്. ഓക്കെ, യൂണിഫോം ഇലക്ട്രിക് ഫീൽഡില് മാക്സിമം ഡൈപോൾ അല്ല, മാക്സിമം ടോർക്ക് കാണിക്കുന്നത് ഡൈപോള് നമ്മൾ 90 ഡിഗ്രി ആയിട്ട്, ഇലക്ട്രിക് ഫീൽഡ് ആയിട്ട് 90 ഡിഗ്രി നമ്മൾ പ്ലേസ് ചെയ്യുമ്പോഴാണ്. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഒരു കാര്യം നമുക്ക് ഇവിടുന്ന് വ്യക്തമായി. ഇൻ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ഡൈപോൾ ഹാസ് ഓൺലി റൊട്ടേഷണൽ മോഷൻ അല്ലെ. നമ്മൾ പറഞ്ഞു ഒരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിൽ നമ്മൾ നെറ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് അത് 0 ആണെന്ന് നമ്മൾ കണ്ടു അല്ലെ. നെറ്റ് ഫോഴ്സ് എന്താണ്? 0 ആണ്. ഇനി പിന്നെ ആകെപ്പാട് ഇവിടെ ഉള്ളത് എന്താണ്? ഒരു റൊട്ടേഷണൽ മോഷൻ ആണ് യൂണിഫോം ഇലക്ട്രിക് ഫീൽഡില് ഡൈപോളിന് പോസിബിൾ ആകുന്നത്. അപ്പൊ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാല് യൂണിഫോം ഇലക്ട്രിക് ഫീൽഡില് ഡൈപോളിനാകെ റൊട്ടേഷണൽ മോഷൻ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. നെറ്റ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് 0 ആയിരിക്കും ഡൈപോളിന്റെ മേലില്. ഓക്കെ, ക്ലിയർ അല്ലേ? ഒരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിൽ നമ്മൾ ഡൈപോൾ കൊണ്ടുപോയി പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ഡൈപോളിന്റെ മേലിൽ ആക്ട് ചെയ്യപ്പെടുന്ന നെറ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് 0 ആണ്. ടോർക്ക് ഡൈപോളിനാകെ റൊട്ടേഷണൽ മോഷന് മാത്രമേ പോസിബിൾ ആയിട്ടുള്ളൂ ഒരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിൽ. ഓക്കെ, അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നോൺ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിൽ കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാലോ ഒരു ഡൈപോള് നമ്മൾ ഒരു നോൺ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിലാണ് കൊണ്ടുപോയി വെച്ചതെന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം അവിടെ ഡൈപോളിന്റെ മേലിൽ ആക്ട് ചെയ്യപ്പെടുന്ന നെറ്റ് ഫോഴ്സോ ടോർക്കോ 0 ആയിട്ട് വരണമെന്നില്ല. നെറ്റ് ഫോഴ്സോ ടോർക്കോ 0 ആയിട്ട് വരണമെന്നില്ല. മാത്രമല്ല നെറ്റ് ഫോഴ്സ് 0 ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഡൈപോളിന് എന്തുണ്ടാകാം? ട്രാൻസ്ലേഷണൽ മോഷൻ ഉണ്ടാകാം അല്ലെ. അപ്പോ ഒരു നോൺ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിലാണ് നമ്മൾ ഡൈപോൾ കൊണ്ടുപോയി പ്ലേസ് ചെയ്തിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ അവിടെ ഡൈപോളിന്റെ മേലിൽ എന്തുണ്ടാകും?
ഡൈപോളിന്റെ മേലില് ട്രാൻസ്ലേഷണൽ മോഷനും റൊട്ടേഷണൽ മോഷനും ഉണ്ടായിരിക്കും. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് കേട്ടോ. നോൺ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡില് നമ്മൾ ഡൈപോൾ കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാൽ അവിടെ ഡൈപോളിന്റെ മേലില് ട്രാൻസ്ലേഷണൽ മോഷനും ഉണ്ടാകും, റൊട്ടേഷണൽ മോഷനും ഉണ്ടാകും. നെറ്റ് ഫോഴ്സും ടോർക്കും 0 ആവണമെന്നില്ല. ഓക്കെ, സോ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിൽ കൊണ്ടുപോയിട്ട് ഡൈപോൾ കൊണ്ടുപോയി പ്ലേസ് ചെയ്ത് കഴിഞ്ഞാലും നോൺ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിൽ കൊണ്ടുപോയിട്ട് ഡൈപോൾ കൊണ്ടുപോയി പ്ലേസ് ചെയ്ത് കഴിഞ്ഞാലും ഉള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പൊ ഡൈപോളിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ പറഞ്ഞു. നിങ്ങൾക്ക് എല്ലാം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു കേട്ടോ. ഓക്കെ, നമുക്ക് ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം അല്ലേ.